തുഹില്ലാലിഞ്ഞെന്നാൽ മതിയെ പറഞ്ഞെന്നാൽ നോക്കുമോ ഈ പാപത്തിൽ, നോക്കുമോ ഈ പാപത്തിൽ എത്ര സ്വലാത്തുകൾ ചൊല്ലിടണം തങ്ങളെന്നെ അറിഞ്ഞിടാനായി. ഈ ജന്മം ഞാൻ അത്രമേൽ പാപങ്ങൾ ചെയ്തോനാണെന്നാലും പാടെ മറന്നിടാനായി. പലരുടെ കണ്ണിലും വിരുന്നു വന്ന കഥയുണ്ട്, പതികനിലൊരു ദിനവും കണ്ടിടാത്ത വ്യതയുണ്ട്. ഇലകളൊഴിഞ്ഞൊരി മരത്തിനെന്തു നിറമുണ്ട്, ഇടമുറിയാതെ പാപം ചെയ്തു തീർത്ത കറയുണ്ട്. പലരുടെ കണ്ണിലും വിരുന്നു വന്ന കഥയുണ്ട്, പതികനിലൊരു ദിനവും കണ്ടിടാത്ത വ്യതയുണ്ട്. ഇലകളൊഴിഞ്ഞൊരി മരത്തിനെന്തു നിറമുണ്ട്, ഇടമുറിയാതെ പാപം ചെയ്തു തീർത്ത കറയുണ്ട്. കൽബം നടുപ്പിക്കണം, നീറും കനലാറി തണുപ്പിക്കണം. മൗത്തിൻ മുന്നേ തിരുമുഖത്തു വിരിയുന്ന ചെറുപൂന്തോട്ടം ആയിടേണം. ആവോളം മാതേരും നുകർന്നിടേണം. എത്ര സ്വലാത്തുകൾ ചൊല്ലിടണം തങ്ങളെന്നെ അറിഞ്ഞിടാനായി. ഈ ജന്മം ഞാൻ അത്രമേൽ പാപങ്ങളു ചെയ്തോനാണെന്നാലും പാടെ മറന്നിടാനായി. ഒഴുകിയ കണ്ണുനീരിതൊന്നും അങ്ങയോർത്തല്ല, തഴുകിയ കൽബിലൊന്ന് നോക്കിടുന്ന പതിവില്ല. എഴുതിയ വരികളൊന്നു പോലും റൗള കണ്ടില്ല. തഴുകിയ കാറ്റിനൊന്നും ആ മദീന നറമില്ല. ഒഴുകിയ കണ്ണുനീരിതൊന്നും അങ്ങയോർത്തല്ല, പഴകിയ കൽബിലങ്ങ് നോക്കിടുന്ന പതിവില്ല. എഴുതിയ വരികളൊന്നു പോലും റൗള കണ്ടില്ല. തഴുകിയ കാറ്റിനൊന്നും ആ മദീന മണമില്ല. കണ്ടാലാകം നീടല്ലേ ഈ പാപത്തെ കൂട്ടാൻ മറന്നീടല്ലേ. മറന്നാലും മധുവിലെ മലർ മധുവരുവോളം കുടിക്കാമല്ലോ. രാവേറെ തേനാറിൽ കുടിക്കാമല്ലോ. എത്ര സ്വലാത്തുകൾ ചൊല്ലിടണം തങ്ങളെന്നെ അറിഞ്ഞിടാനായി. ഈ ജന്മം ഞാൻ അത്രമേൽ പാപങ്ങളു ചെയ്തോനാണെന്നാലും പാടെ മറന്നിടാനായി. എന്നെങ്കിലും തീരുമണ്ണിലെത്താൻ എന്തു ചെയ്യും ഞാൻ ഈ കോലത്തിൽ. എന്താണേലും മധുഹില്ലാലിഞ്ഞെന്നാൽ മതിയെ പറഞ്ഞെന്നാൽ നോക്കുമോ ഈ പാപത്തിൽ. ബഹുമാനാദരവുകൾ നിറഞ്ഞ അധ്യക്ഷൻ, ഈ പരിശുദ്ധവും പരിപാവനവും പവിത്രവുമായ ഈ മഹനീയമായ മസ്ജിദിന്റെയും ഈ സദസ്സിന്റെയും നിറസാന്നിധ്യമായി മാറിയ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും സ്നേഹിതനുമായ അൻവർ അലി ദാരിമി ഉസ്താദ് അവറുകൾ, നമ്മുടെ മക്കളുടെ പ്രിയപ്പെട്ട സദർ ഉസ്താദ്, നമ്മുടെ ഈ പവിത്രമായ പള്ളിയിൽ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന പ്രിയപ്പെട്ട മുഅദ്ദിൻ ഉസ്താദ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട പണ്ഡിത വരേണ്യന്മാർ, മഹല്ല് പ്രസിഡന്റ്, സെക്രട്ടറി, അതുപോലെ ഉറൂസ് പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു നമുക്കിരു വീട്ടിൽ നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ, കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ ഇതുപോലെ ഇവിടെ ഒരുമിച്ച് കൂടുകയും എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അന്ന് നമ്മൾ മരണത്തെപ്പറ്റി നമ്മളിവിടെ ചർച്ച ചെയ്യുകയും ചെയ്തു. ഏതായാലും അതിമനോഹരമായ ഒരു വിഷയമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. ആ വിഷയത്തിൽ മാത്രം അല്ല നമ്മൾ ഒതുങ്ങി നിൽക്കുന്നതെങ്കിലും
ജീവിതത്തിന് ഉപകാരപ്പെടുന്ന 3 കാര്യങ്ങളിൽ രണ്ടാമത്തെ കാര്യമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം തന്നെ നമുക്ക് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വേണ്ടുന്ന കോലത്തിൽ പറയുവാനും അത് കേൾക്കുവാനും ജീവിതത്തിൽ കൊണ്ടുവരുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഒരുപക്ഷെ കഴിഞ്ഞ ഒരു കൊല്ലം ഇതുപോലെ നമ്മൾ ഇവിടെ ഒരുമിച്ചുകൂടി പരിശുദ്ധരായ സഈദ് ഉസ്താദിന്റെ ആ ഒരു സന്തോഷത്തിന്റെ സാക്ഷാത്കാരത്തിൽ നമ്മളോടൊപ്പം ഈ വഅലിന്റെ മജ്ലിസിലേക്ക് കടന്നു വന്ന പലരും ഇന്ന് ഖബറിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടങ്ങളെ അല്ലാഹു സ്വർഗ്ഗത്തിന്റെ വീടാക്കി സന്തോഷത്തിന്റെ വീടാക്കി അല്ലാഹു തആല മാറ്റട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മളെല്ലാവരും അതിമനോഹരമായ ഒരു രാത്രിയിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത്. അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളുടെ റിസാലത്തിന്റെ അധരങ്ങളിലൂടെ അടർന്നു വീണ് അമൂല്യ മുത്തുകളിലൂടെ പരിശുദ്ധമായ നോമ്പുകളൊക്കെ നോറ്റുകൊണ്ട് കടന്നു വന്നവരാണ്. പവിത്രമായ റജബ് 27 മാത്രം സുന്നത്താണ് എന്നില്ലെങ്കിലും പവിത്രമായ റജബിന്റെ എല്ലാ ദിവസങ്ങളിലും നോമ്പ് നോക്കൽ നമുക്ക് അനിവാര്യമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് കടന്നു വന്ന പരിശുദ്ധമാക്കപ്പെട്ട മാസമാണ് റജബ് എന്ന് പറയുന്നത്. ആ റജബ് നമ്മൾ നിന്ന് സലാം പറഞ്ഞ് പിരിയുകയാണ്. വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ്. നമ്മൾ ചിന്തിച്ചു നോക്കുക, അല്ലാഹുവേ എത്ര പെട്ടെന്നാണ് റജബുൻ ഷഹ്റുല്ലാ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട മാസമാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകൾ ചെയ്യുമ്പോ, അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുമ്പോ, എന്തിനേറെ ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയില് മദീനയുടെ മണിമുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്മാനമായി കൊടുത്ത ആ സമ്മാനത്തിന്റെ സന്തോഷം അള്ളാഹുവിന്റെ ഹബീബ് കൊണ്ടെത്തുന്ന നമുക്കാണ്. അത്രത്തോളം ഭാഗ്യമുള്ള ഒരു ഉമ്മത്താണ് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും അത്ഭുതകരമായിട്ടുള്ള മാസം. ആ മാസം പിരിയാൻ പോവുകയാണ്. മഹാനായ ഉബൈദ് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു, മഹാനുഭാവന്റെ ജീവിതത്തിന്റെ ചരിത്രങ്ങൾ ഒരുപാട് പറയാനുണ്ട്. അങ്ങനെയുള്ള ഉബൈദ് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു പ്രിയപ്പെട്ട സ്വഹാബത്തിനെ ഒരു വേട്ട അവിടുന്ന് ഒരു വേള വീട്ടിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ കുറെ സ്വഹാബത്ത് മഹാനായ ബഹുമാനപ്പെട്ട ഉബൈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കൊന്ന് കടന്നു പോവുകയാണ്. എല്ലാവരും നല്ല മനസ്സോടെ കടന്നിരുന്നു. ഉബൈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു വന്നവരോട് പറഞ്ഞു, കയറിയിരിക്കുക. എല്ലാ സ്വഹാബത്തും മഹാനുഭാവന്റെ വീട്ടിലേക്കൊന്ന് കടന്നിരുന്നു. എല്ലാവർക്കും സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കുകയാണ്. എപ്പോഴാ ഇത് കൊടുക്കുന്നു എന്നറിയുമോ? റജബുൽ ഷഹ്റുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസമാണെന്ന് പറയുന്ന ഒരു മാസത്തിന്റെ അവസാന സമയത്തോട് അടുത്ത് വരുമ്പോ മഹാനായ ഉബൈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു മദീനയിലുള്ളവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുമ്പോ സ്വഹാബത്ത് ചോദിക്കുകയാണ്, ഉബൈദ് ബിൻ ആമിറേ, എത്രയോ മാസങ്ങൾ കടന്നു പോയല്ലോ, നിങ്ങൾ ഭക്ഷണത്തിന് വിളിക്കുന്നത്, നിങ്ങൾ വിരുന്നിന് വിളിക്കുന്നത് പവിത്രമാക്കപ്പെട്ട റജബിലാണല്ലോ. അതിന്റെ കാരണം എന്താന്ന് പറയുവോ? ഉടൻ തന്നെ ഉബൈദ് ബിൻ ആമിർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സ്വഹാബി പറയാട്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. റജബുൽ ഷഹ്റുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസമാണല്ലോ. നമുക്കൊരുപാട് ആനുകൂല്യങ്ങൾ അല്ലാഹു തരുന്ന മാസമാണല്ലോ. നിസ്കരിച്ചാല്, നോമ്പ് നോറ്റാല്, ഹദിയ ചെയ്താല്, സൽക്കർമ്മങ്ങൾ ചെയ്താ, ഏതൊക്കെ നന്മകളിലൂടെ കടന്നു വരുന്നോ ആ കടന്നു വരുന്ന സകലമാന സന്തോഷങ്ങളിലും അല്ലാഹു ഒരുപാട് മഹത്വം കൽപ്പിക്കുന്ന മാസമാണല്ലോ. അതുകൊണ്ടാണ് റജബുൽ ഷഹ്റുല്ലാഹ്, ഈ പരിശുദ്ധമായ റജബിലേക്ക് ഞാൻ നിങ്ങളെ വിളിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്ന സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വന്നവരാ, നിങ്ങളുടെ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന 3 കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം. നിങ്ങളെല്ലാരും എന്റെ വീട്ടിൽ വന്നവരാണ്.
നിങ്ങൾ ഭക്ഷണം കഴിച്ചോരാൻ, എന്റെ സൽക്കാരത്തിൽ നിങ്ങൾ വളരെ സന്തോഷകരമായിട്ട് വന്നിരുന്നോരാ, നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോ 3 കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ആ ഒരൊറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് ഉബൈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു ഇരിക്കുന്ന സ്വഹാബത്തിനോട് പറഞ്ഞു, ഇത് എന്റെ വീടാണ്, ഒരാളും ചോദിക്കാൻ വരൂല, നിങ്ങൾ എന്റെ വീട്ടിലേക്കും അടുത്തിരിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഉബൈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു നിറഞ്ഞിരിക്കുന്ന സ്വഹാബത്തിനെ മുഴുവനും അരികിലേക്ക് വിളിക്കുകയാണ്. എല്ലാവരും ആവേശത്തോടെ കടന്നിരിക്കുമ്പോ ഒന്നാമത്തെ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്, പവിത്രമായ റജബിന്റെ മണിക്കൂറുകള് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലാഹു തന്നുപോയാ നിങ്ങൾ ഇസ്തിഗ്ഫാർ മറക്കല്ലേ, നിങ്ങൾ ഇസ്തിഗ്ഫാർ മറക്കല്ലേ. വാപ്പമാരെ വിരലിൽ എണ്ണാവുന്ന മണിക്കൂറേ നമ്മുടെ മുമ്പിലുള്ളൂ. 27ലേക്ക് നമ്മളന്ന് കടന്നിരിക്കുമ്പോ, നോമ്പ് നോറ്റുകൊണ്ട് കടന്നു വരുമ്പോ, ഇനിയുള്ള ദിവസങ്ങള് മർമ്മപ്രധാനമായിട്ടുള്ള ദിവസങ്ങളാ. എന്തേ കാരണമെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂല് പോലും അവിടെന്ന് പറഞ്ഞല്ലോ, റജബ് കഴിയുന്നതിന്റെ 3 ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നോമ്പുകൾ നോക്കണം എന്ന് പറയുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാം റജബ് 27 നോമ്പ് നോക്കണമെന്ന്. സഹോദരങ്ങളെ, ആ ഒരു സന്തോഷത്തിലൂടെ കടന്നിരിക്കുന്നവരാണ് നമ്മൾ. അല്ലാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് കടന്നു വന്നോ, അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് കടന്നു വന്നു എന്ന് പറഞ്ഞിട്ട് ഉബൈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, അല്ലാഹു നമുക്ക് തന്നുപോയ സമയങ്ങളെ കളയല്ലേ, മണിക്കൂറുകളെ പാഴാക്കല്ലേ. കാരണം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ എത്രയോ പ്രിയപ്പെട്ടവര്, അതിൽ നമ്മുടെ ബാപ്പമാരുണ്ടല്ലോ, നമ്മുടെ ഉമ്മമാരുണ്ടല്ലോ, നമ്മുടെ സഹോദരങ്ങളുണ്ടല്ലോ, നമ്മുടെ കൂടപ്പിറപ്പുകളുണ്ടല്ലോ, അവര് പലരും ഇന്ന് ഖബറിലാ. ഇനി അവർക്കൊരു റജബ് കിട്ടൂല, ഇനി പരിശുദ്ധമായ റജബിൽ നോമ്പ് നോക്കാൻ ഒരവസരം കിട്ടൂല. അതുകൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് റജബിൽ മണിക്കൂറുകളാണോ, 1 സെക്കൻഡാണ് അല്ലാഹു നിങ്ങൾക്ക് തരുന്നതെങ്കിൽ പോലും ആ ഉള്ള സമയത്ത് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് നിങ്ങൾ കടന്നു വരണേ. അങ്ങനെ കടന്നു വന്നാല് അത് നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രകാശമാണ്. 6 അടി മണ്ണിന്റെ ഉള്ളിൽ പ്രകാശമാണ്, ദുനിയാവിന്റെ ജീവിതത്തിൽ അത് പ്രകാശമാ. അല്ലാഹുവിന്റെ മാലാകമാര് പോലും, ഇടതും വലതും ഇരിക്കുന്ന മാലാകമാര്, അവർ എഴുതുകയാണ് റജബിന്റെ മാസത്തില് ഒരു തെറ്റും ചെയ്യാതെ കടന്നു വന്ന, നന്മയുടെ സാക്ഷാത്കാരത്തിന്റെ വഴികളിലൂടെ കടന്നു വന്ന ഇവിടെ പ്രിയപ്പെട്ട സഹോദരൻ അൻവർ അലി ദാരി ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മുൻഗാമികൾ ചെയ്തുകൊണ്ടിരുന്ന നന്മകൾ നമ്മളിൽ ഇല്ലല്ലോ. നമ്മളിൽ സക്കാത്ത് കുറഞ്ഞല്ലോ, നമ്മളിൽ സ്വതക്ക കുറഞ്ഞല്ലോ, നമ്മളിൽ ഇബാദത്ത് കുറഞ്ഞല്ലോ, നന്മകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറഞ്ഞു വന്നല്ലോ. അതെല്ലാം ഒന്നുകൂടെ നമ്മുടെ ജീവിതത്തിലൂടെ കൊണ്ടുവന്ന നമ്മൾ വിജയിച്ചല്ലോ സ്വഹാബാ. നന്മയിലൂടെ കടന്നു വാ, ഖുർആൻ ഓതിക്കൊണ്ട് കടന്നു വാ, ദിക്ർ ചൊല്ലിക്കൊണ്ട് കടന്നു വാ, തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് കടന്നു വാ. അങ്ങനെ കടന്നു വന്ന അല്ലാഹുവിന്റെ മാലാകമാർ റജബ് കഴിയുമ്പോ ഈ റജബിന്റെ ഇബാദത്തുകൾ മുഴുവനും പടച്ചവന്റെ ഭാഗത്തങ്ങ് രേഖപ്പെടുത്തുമ്പോ നാളെ മഹ്ശറയിൽ വരുമ്പോ അല്ലാഹു പറയുന്നൊരു വാക്കുണ്ട്, ഇഖ്റാ കിതാബക്, വായിക്കടാ നിന്റെ കിതാബ് എന്ന് പറയുമ്പോ ഈ റജബിൽ നമ്മൾ ചെയ്തു പോയ സകല ഇബാദത്തുകളും വരുന്നുണ്ട്. പടച്ചവനെ, ഇന്നതാ 27 കഴിയുകയാണല്ലോ. നമുക്ക് എന്താണ് പറയാനുള്ളത്? ഒരുപാട് നിസ്കരിച്ചുവെന്ന് പറയാൻ പറ്റുമോ? ഒരുപാട് നോമ്പ് നോറ്റെന്ന് പറയാൻ പറ്റുമോ? ഒരുപാട് സ്വതക്ക ചെയ്തെന്ന് പറയാൻ പറ്റുമോ? ഒരുപാട് സക്കാത്ത് കൊടുത്തെന്ന് പറയാൻ പറ്റുമോ? വാപ്പമാരെ, നമ്മളിൽ നന്മ കുറഞ്ഞു പോയല്ലോ. എത്ര ആളുകളെ പറ്റി ഫിത്ന പറഞ്ഞിട്ടുണ്ട്, എത്ര ആളുകളെ പറ്റി ഫസാദ് പറഞ്ഞിട്ടുണ്ട്. വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ കടന്നു വരുന്ന പലതും എടുത്തു പിടിച്ച് എന്തെല്ലാം കോലാഹലത്തിന്റെ പിന്നാലെ നമ്മളും പരക്കം പാഞ്ഞിട്ടുണ്ട്. ഒന്നിലേക്കും നമ്മൾ പോണ്ട. എന്തേ കാരണമെന്നറിയോ? അടുത്ത ഒരു റജബ് വരുമ്പോ ഇതേപോലെ സഈദ് ഉസ്താദിന്റെ ആണ്ടിന്റെ അന്ന് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോ അന്ന് നമ്മളുണ്ടോ? നമ്മുടെ മക്കളുണ്ടോ?
നമ്മുടെ സഹോദരങ്ങളുണ്ടോ? ഇതെല്ലാം മഹാനായ ഉബൈദ ബിൻ ആമിർ റളിയല്ലാഹു അൻഹു അവിടെ ഇരിക്കുന്ന സ്വഹാബത്തിന്റെ മുമ്പിൽ പറയുമ്പോ ആ കൂട്ടത്തിൽ താടി നരച്ചുപോയ, ശരീരം ചുക്കുചുളുഞ്ഞു പോയ ഒരു വയസ്സായ ഒരു സ്വഹാബി ഫബക്കാ ബുകാഅൻ ശദീദാ, ഇരുന്നുകൊണ്ട് കരയുകയാണ്. ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഉപ്പാ കരയുന്നത്? ആ സമയം പറഞ്ഞു, മോനെ ഉബൈദ് ബിൻ ആമിറേ, മോൻ പറഞ്ഞ വാക്ക് ഞാൻ ശ്രദ്ധിച്ചു പോയതാണ്. എന്റെ താടി നരച്ചിട്ടുണ്ട്, എന്റെ ശരീരം ചുക്കിച്ചുളുഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കൊല്ലം ഇതുപോലെ റജബില് ഈ പാവപ്പെട്ടവൻ ഉണ്ടാകുമോ? എന്റെ റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധമായ പവിത്രമായ ആ റൗള ഷരീഫിന്റെ ചാരത്തുള്ള ഖബർ ഷരീഫിന്റെ അരികത്ത് വന്നിട്ട് സലാം പറയാ, ഈ പാവപ്പെട്ടവരുണ്ടാകുമോ? അതോർത്തുകൊണ്ട് കരഞ്ഞു പോയതാണ്, അതോർത്തുകൊണ്ട് സങ്കടപ്പെട്ടു പോയതാണ്, അതോർത്തുകൊണ്ട് മനസ്സ് പിടഞ്ഞു പോയതാ. എനിക്ക് വേണ്ടി വന്ന് ദുആരക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു പോയെങ്കിലോ ഇന്നത്തെ നോമ്പ് നോറ്റ് എന്റെ വാപ്പമാരോട് പെങ്ങന്മാരോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ പടച്ചവനെ, അടുത്ത കൊല്ലം നീ എനിക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹുവേ, അടുത്ത കൊല്ലം വരെയും എനിക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ല. ഒരു റജബം കൂടെ എനിക്ക് തരണേ അല്ല. പൊന്നാര വാപ്പമാരെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഞാനും നിങ്ങളിങ്ങനെ പോവാ, നമ്മളെ കൊണ്ട് പറ്റുന്നേക്ക് നമ്മൾ ചെയ്യാം. അതിൽ നന്മ ചെയ്യുന്നവരുമുണ്ട്, അതിൽ തിന്മ ചെയ്യുന്നവരുമുണ്ട്, നാവ് കൊണ്ട് നന്മയിലേക്ക് വരുന്നവരുമുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. എന്തിനേറെ അള്ളാഹുവിന്റെ ഖുർആൻ അല്ലേ, ആ ഖുർആൻ പാരായണം ചെയ്യാൻ പറഞ്ഞല്ലോ, പക്ഷേ നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ടാണ് മഹാനായ ഉബൈദ ബിൻ ആമിർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന റജബം അവസാനിക്കുമ്പോ, ഈ പവിത്രമായ പരിശുദ്ധമായ റജബിന്റെ അവസാന രാത്രികളിൽ, അവസാന മണിക്കൂറുകളിൽ അള്ളാന്റെ സ്വർഗത്തെ പറ്റി നിങ്ങളുടെ ചിന്ത കൊണ്ടുവരണേ. ആ സ്വർഗത്തിന്റെ സന്തോഷം വേണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കണേ. അതിന് ഞാൻ ഒരായത്ത് പഠിപ്പിച്ചു തരാ. ലോ അൻസൽനാ എന്ന് തുടങ്ങുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ആയത്ത് നിങ്ങൾ അവിടുന്ന് പറഞ്ഞു പോയാ, നിങ്ങൾ ഓതിക്കൊണ്ട് കടന്നു വന്ന ഈ ഖുർആനിന്റെ ആയത്തുകൾ നമ്മൾ ഓതുമ്പോ അള്ളാഹുവിന്റെ ഗഗനലോകത്തുള്ള മാലാകമാര് ഈ പവിത്രമായ ഖുർആനിന്റെ ആയത്തവര് കേട്ടുകൊണ്ട് റബ്ബിനോട് പറയാ, പടച്ചവനേ, അവൻ ഓതുന്നത് നിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളാണ്. അതിൽ സ്വർഗത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ പവിത്രമായ റജബിന്റെ രാത്രികളില്, ഈ റജബിന്റെ പകലുകളില് അവൻ നല്ലതുപോലെ കടക്കുന്നുണ്ട്. റബ്ബേ, ലൗ അൻസൽനാ അലാ ഹാദൽ ഖുർആൻ, നമ്മളെല്ലാവരും നിറഞ്ഞ മനസ്സോടെ ഓതാറുണ്ടല്ലോ. ആമനർ റസൂൽ നമ്മൾ ഓതാറുണ്ടല്ലോ. ഇത് നമ്മൾ ഓതിക്കഴിഞ്ഞാ നമ്മൾ പോലും അറിയാത്ത വഴികളിലൂടെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് വരാനുള്ള വഴികളെ അള്ളാഹു നമുക്ക് തുറന്നു നൽകുമെന്ന് മഹാനായ ഉബൈദ ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുമ്പോ, വാപ്പമാരെ ഇന്നിവിടെ നിന്ന് വാള് കടഞ്ഞിട്ട് വീട്ടിലേക്ക് പോയാ ഒരേ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളൊന്ന് ഓതിക്കഴിഞ്ഞാ ഇനി മണിക്കൂറുകളല്ലേ ബാക്കിയുള്ളൂ, 2-3 ദിവസങ്ങളല്ലേ ബാക്കിയുള്ളൂ. ഈ ഉള്ള ദിവസങ്ങളിൽ നമ്മൾ ഓതിക്കഴിഞ്ഞാ പിന്നീടോ അള്ളാഹുവിനോടൊന്ന് നല്ലതുപോലെ തൗബ ചെയ്ത് കഴിഞ്ഞാല് അള്ളാഹു നിങ്ങൾക്ക് സന്തോഷം തരുമെന്ന ഉബൈദ് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു ഇവിടുന്ന് പറഞ്ഞു പോവുകയാ. അതുകൊണ്ട് തീരുമാനമെടുത്തോ സ്വഹാബ, നിങ്ങൾ അള്ളാന്റെ ഹബീബിന്റെ വാക്കുകൾ കേട്ടവരാണ്, അത് പഠിച്ചവരാണ്, അത് മനസ്സിലാക്കിയവരാണ്, അത് ജീവിതത്തിൽ കൊണ്ടുവന്നവരാണ്. അങ്ങനെയുള്ള നിങ്ങളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ സ്വന്തമായി ഒന്ന് വിചാരണ ചെയ്യോ. പടച്ചവനെ, സ്വന്തമായിട്ട് വിചാരണ ചെയ്യുന്നത് എങ്ങനാ? സ്വന്തമായിട്ട് എങ്ങനെ വിചാരണ ചെയ്യാ? സ്വന്തമായിട്ട് വിചാരണ ചെയ്യണമെന്നാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ട മാസങ്ങൾ കഴിയുമ്പോ അള്ളാഹു എനിക്കെന്ത് നന്മയുണ്ടായി, എനിക്കെന്ത് നന്മയുണ്ട്. വാപ്പ ഇവിടെ ഇരിക്കണ വാപ്പമാരൊക്കെ എന്റെ വാപ്പയെ പോലെ പ്രായമുള്ള വാപ്പമാരുണ്ട് ഈ കൂട്ടത്തിൽ. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. എന്താ വേണ്ടേ? അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. ഒരുപാട് റജബിലേക്ക് അള്ളാഹു നമ്മൾ എത്തിപ്പിക്കട്ടെ.
അപ്പോ സ്വന്തമായി വിചാരണ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ മാസത്തിൽ നമ്മൾ എത്ര നന്മ ചെയ്തില്ലേ? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോരിന്റെ ഉമറദാ കരഞ്ഞിടുന്നേ മനമോ പീഡഞ്ഞതാ പറഞ്ഞിടുന്നേ ഉമറേ പടച്ചോനോ അടുത്തോ നീയേ അറിയാ പിഴവുകൾ പൊറുക്കാനായോ ഉടയോന്റെ മാറാതെ നടന്നോമറേ ഇല്ല കരയാമോ ഇതോ വല്ലാതെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ അറിയുമല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വന്തമായിട്ട് വിചാരണ ചെയ്യുമായിരുന്നല്ലോ. ഇന്നിവിടെ ഇരിക്കുന്ന എന്റെ വാപ്പാ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 9:30 മണി 10 മണിയായ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീടിന്റെ കത്തട്ടിലേക്കൊന്ന് കടന്നു പോയിട്ട് നല്ലതുപോലെ കൂർക്കം വലിച്ചിട്ട് കിടന്നിറങ്ങാമല്ലോ. പിന്നെന്തിനാ നിങ്ങൾ ഇവിടെ വന്നത്? പടച്ചവനെ, പരിശുദ്ധമായ ദീന് പറയുമ്പോ, ഈ ദീനിന്റെ മജ്‌ലിസിലിരിക്കുമ്പോ എന്റെ പാപങ്ങൾ പൊറുക്കുമല്ല അല്ലാഹ് എന്നുള്ള ആ ഒരു നീയത്തിലാ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതെങ്കിൽ അല്ലാഹു നിങ്ങളെ തട്ടിക്കളയില്ല. എന്തേ കാരണമെന്നറിയോ? എനിക്കും നിങ്ങൾക്കും അറിയാ ഞാൻ എത്ര പാപം ചെയ്തുവെന്ന്, എന്റെ ഉപ്പമാരെത്ര പാപം ചെയ്തുവെന്ന്, എന്റെ പെങ്ങന്മാരെത്ര പാപം ചെയ്തുവെന്ന്. ഈ പവിത്രമായ റജബ് നമ്മിൽ നിന്ന് സലാം പറയുമ്പോ പാതിരാത്രിയിൽ വന്നൊറ്റക്കിരിക്കണ്ട വാപ്പ, അവിടെ ഇരുന്ന് നമ്മുടെ ചുക്കുചുളഞ്ഞ കൈകള് അല്ലാഹുവിലേക്കൊന്ന് ഉയർത്തിയിട്ട് പറ, കഴിഞ്ഞ റജബ് മുതൽ ഈ റജബ് വരെ ഇത്രയോ പാപങ്ങൾ ചെയ്ത എനിക്ക് ഓർമ്മയുണ്ട് പടച്ചവനെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു വിളക്ക് അങ്ങോട്ട് കത്തിച്ചു വെക്കുകയാണ്. ആ വിളക്കിന്റെ മുമ്പിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ചൂണ്ടുവിരലിനെ കൊണ്ടുപോകുമ്പോ ആ തീയുടെ ചൂടവിടന്ന് കയ്യിലേക്കൊന്ന് സ്പർശിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വിരലിനെ പിന്നിലേക്കൊന്ന് വലിച്ചിട്ട് പറയുകയാണ്, ഓ ഉമറിന്റെ ശരീരമേ, അല്ലാഹുവിന്റെ കത്തിയാളുന്ന നരകത്തിന്റെ ചൂടോർക്കാത്തതെന്താ? കേവലം ദുനിയാവിന്റെ പുറത്ത് വീര്യം കുറഞ്ഞു പോയ ഈ ഒരു തീയിന്റെ ചൂട് പോലും ഉമറിന്റെ ശരീരമേ താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ നാളെ അല്ലാഹുവിന്റെ കത്തിയാളുന്ന നരകത്തിന്റെ ചൂട് അതെങ്ങനെ താങ്ങും? ഉമറേ, ആരാണ് സഹോദരങ്ങളെ ഉമർ ഇബ്നുൽ ഖത്താബ്? ഉമറും ഫിൽ ജന്ന, ഉമറേ സ്വർഗത്തിലാണെന്ന് മദീനയുടെ മണിമുത്ത് പറഞ്ഞു പോയ അങ്ങനെയുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പോലും ഒറ്റക്കിരുന്നിട്ട് കരയുകയാണ്. ഉമറേ, നിനക്ക് അമലുണ്ടോ? ഉമറേ, നിസ്കാരമുണ്ടോ? ഉമറേ, നോമ്പുണ്ടോ? ഉമറേ, സുദഖയുണ്ടോ? പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കുന്നുണ്ടോ എന്നിങ്ങനെ സ്വന്തമായിട്ട് സ്വന്തം നഫ്സിനെ വിചാരണ ചെയ്തുകൊണ്ട് കടന്നു വന്നെങ്കിൽ ഇന്നിവിടെ ഇരിക്കുന്ന എന്റെ ഉപ്പ, ഈ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. ഇന്നത്തെ രാത്രി ഒന്ന് കടന്നു പോയിട്ട് ഉളവെടുത്തിട്ട് ഒരു 2 റക്അത്തെങ്കിലും പടച്ചവനിക്ക് വേണ്ടി നിസ്കരിച്ചിട്ട്, അല്ലാഹുവേ, ഈ റജബദാ കടന്നു പോവുകയാണ്, എന്റെ റബ്ബിന്റെ മാസമാ, എന്തു ചെയ്തു റബ്ബേ? ഈ ഉമറിന് ഒന്നുമില്ലല്ലോ റബ്ബേ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പാപങ്ങളാണ്. നമ്മുടെ കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാവുകൊണ്ട്, കൈകൊണ്ട്, കൽബുകൊണ്ട്, കാലുകൊണ്ട് ആയിരക്കണക്കാന പാപത്തിന്റെ കടാവിളക്കിന്റെ ചവിട്ടുകൊട്ടയിലൂടെ നമ്മൾ കടന്നു പോയവരാ. എന്നാൽ ഇവിടെ വെച്ച് തീരുമാനമെടുക്കണം വാപ്പാ, ഇനിയുള്ള 2-3 ദിവസങ്ങള് ഇനിയുള്ള ഈ 2-3 ദിവസങ്ങള് വാപ്പമാരെ നമുക്ക് കൊന്നുകളയാനുള്ള സമയമില്ല. വർത്തമാനം പറഞ്ഞ് നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് തീർക്കാനുള്ള സമയമില്ല. ഈ ഉള്ള 3 ദിവസം അള്ളാന്റെ മാസത്തിലാണ്. കാരണം എന്താ? അള്ളാന്റെ മാസം നിസ്കാരം നമുക്ക് സമ്മാനമായി അല്ലാഹു തആല കൊണ്ടു തന്നിട്ടുള്ളതാണ്. അല്ലേ? ഹബീബായ തങ്ങൾക്ക് കൊണ്ടുതന്ന മാസം നമ്മളപ്പോ എത്ര സന്തോഷിക്കണം. നമുക്ക് വേണ്ടിയല്ലേ തന്നത്. ഇനിയുള്ള ഈ 3 ദിവസങ്ങൾക്ക് വലിയ പവറാണ്. ഈ 3 കാരണം എന്താ? നിസ്കാരം കൊണ്ടുവന്നതിന് ശേഷമുള്ള 3 ദിവസമാണ്. ഇതിന് വലിയ പവറാണ്.
ഇല്ലേ? അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നിറഞ്ഞ മനസ്സോടെ നിന്നിട്ട് ഫബക്കാ ബുക്കാഅൻ ശദീദ, പൊട്ടിയങ്ങ് കരഞ്ഞു. സ്വഹാബത്ത് ചോദിച്ചു, അല്ലയോ അബൂബക്കർ, നിങ്ങൾ ഒരു സ്ഥലത്ത് ഇരിക്കുകയല്ല, നിങ്ങൾ നടക്കുകയാണ്, ഈ നടത്തത്തിൽ എന്തിനാ കരയുന്നത്? ആ സമയം സിദ്ദീഖ് തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് റജബാൻ, പരിശുദ്ധമാക്കപ്പെട്ട മാസമാണ്. ഈ ഒരു സമയത്ത് എത്രയും പെട്ടെന്ന് എനിക്ക് പള്ളിയിലെത്തണം, എത്രയും പെട്ടെന്ന് എനിക്ക് മസ്ജിദ് നബവി എത്തണം. അതുകൊണ്ട് ഞാൻ എന്റെ സമയം പോയല്ലോ എന്ന് ഓർത്തിട്ട് കരയാൻ. ഈ നടത്തത്തിന് കൂലിയില്ലേ? പള്ളിയിലേക്ക് പോകുന്ന ആ ഒരു നടത്തത്തിന് കൂലിയില്ലേ? എന്നിട്ട് പോലും പറയാണ്, ഞാൻ നടക്കാണ്, പെട്ടെന്ന് എത്തിയാൽ മതി, എന്റെ ഖൽബ് പിടയാൻ, എന്റെ കരങ്ങൾ ഉയർത്തണം പടച്ചവനിലേക്ക്. അല്ലേ? ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഖബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുൽ ദംബിൽ അളീമി. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുന്ന വാക്യം എന്തെന്നറിയുമോ? ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ, പടച്ചവനെ നിന്റെ ജന്നാത്തിൽ ഫിർദൗസിലേക്ക് വരാനൊന്നും ഈ പാവപ്പെട്ട സിദ്ദീഖിന്റെ കയ്യിൽ ഒന്നുമില്ല റബ്ബേ. വലാ അഖ്വാ അലാ നാരിൽ ജഹീമി, പക്ഷേ നിന്റെ കത്തിയാളുന്ന നരകത്തിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു പോകാ ഈ പാവപ്പെട്ട സിദ്ദീഖിന് കഴിയൂല റബ്ബേ. അതുകൊണ്ട് ഫഖബ്ലി തൗബതൻ ഖബ്ലൽ മമാതി, ഈ ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറഞ്ഞു പോകുന്നതിന്റെ മുമ്പ് അല്ലാഹുവേ എനിക്ക് തൗബ ചെയ്യാനുള്ള സമയം തരണേ അല്ലാ, അവസരം തരണേ അല്ലാ. ഫഇന്നക ഗാഫിറുൽ ദംബിൽ അളീമി, അല്ലാഹുവേ പൊറുക്കുന്നവരില്, മാപ്പ് കൊടുക്കുന്നവരില്, ക്ഷമിക്കുന്നവരില് ഏറ്റവും കൂടുതൽ പൊറുക്കുന്നവൻ നീയാണ് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ദീഖ് തങ്ങൾ പോലും കരഞ്ഞു പോയെങ്കിൽ ഹബീബായ തങ്ങളുടെ കൂടെ കടക്കാൻ അവിടെ അവസരം കിട്ടിയ ഇന്നും മദീനത്തെ പള്ളിയിലേക്കൊന്ന് ചെല്ലിയ, ഒന്ന് ചെന്ന് നോക്കിയ നബി തങ്ങളുടെ തൊട്ടടുത്തായിട്ട് ചേർന്ന് കൊടുക്കുന്ന മഹാമനുഷ്യനാ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹബീബിന്റെ കൈപിടിച്ച് നടന്ന, ഹബീബിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറഞ്ഞല്ലോ, അൻ അബീ ബക്രിൻ വഅൻ ഉമരി വഅൻ അലിയിൻ വഅൻ ഉസ്മാൻ ദിൽ കറമി സഅദിൻ സഈദിൻ സുബൈറിൻ തൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബ്നി ഔഫിൽ ആശിരിൽ കറമി. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിപ്പിക്കപ്പെട്ടവരില് മുൻപന്തിയിലുള്ള മഹാമനുഷ്യനാണ് വാപ്പാ സിദ്ദീഖ് തങ്ങള്. ആ സിദ്ദീഖ് തങ്ങള് പോലും പറഞ്ഞത്, അല്ലാഹുവേ ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ, നിന്റെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് വരാനുള്ള ഒന്നും സിദ്ദീഖ് തങ്ങൾക്കില്ല. സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ പറയണമെങ്കിൽ ഒന്നിനും കൊള്ളാത്ത ചണ്ടികളായ എന്റെ നിങ്ങളുടെ അവസ്ഥ എന്താ വാപ്പമാരെ? നമ്മൾ എത്ര കരയണം, നമ്മൾ എത്ര കരയണം അല്ലാഹുവേ. അതുകൊണ്ട് ഫഹബിലി തൗബത്തൻ വഗ്ഫിർ ദുനൂബി, പടച്ചോനെ മരിക്കണതിന് മുമ്പ് എനിക്ക് തൗബ ചെയ്യാനുള്ള അവസരം തരണേ അല്ലാഹ്. അല്ലാഹു നമുക്കൊക്കെ അതിനുള്ള സൗഭാഗ്യം തരട്ടെ, അല്ലാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള സൗഭാഗ്യം തരട്ടെ. അപ്പൊ ഒന്നാമത്തെ കാര്യം അവിടെ നിന്ന് പറയുന്നത്, നിങ്ങൾക്ക് നന്മകൾ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിച്ചു പോയാൽ ആ അവസരങ്ങളെ നിങ്ങൾ മുതലെടുക്കുക. ഒന്നാം 3 കാര്യങ്ങൾ പറഞ്ഞതിൽ മർമ്മപ്രധാനമായിട്ട് പറഞ്ഞു കൊടുത്തത്, നിങ്ങൾക്ക് നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടിയാൽ നിങ്ങൾ അവസരത്തെ തേടി പിടിച്ച് കണ്ടെത്തുക. ഇല്ലേ, നമ്മുടെ വഅലിന്റെ മജ്ലിസ് ഉദാഹരണം പറയാൻ, നമ്മുടെ വഅലിന്റെ മജ്ലിസിൽ ഒരു പക്ഷേ ഈ ഇരിക്കണ വാപ്പമാരെ കാല ആളുകൾ ആ വഴിയിലും ചന്തയിലുണ്ടാവും, ഉറപ്പായി 100%. അതാണ് പറയുന്നത്. അള്ളാന്റെ ഹബീബിന്റെ ഒരു വാക്കുണ്ട്, എല്ലാവർക്കും അള്ളാഹു തആല നന്മ അങ്ങോട്ട് കൊടുക്കൂല. അള്ളാഹു സ്വർഗം കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരെ അള്ളാഹ് കൊണ്ടിരുത്തും.
അതാണ് നിയമം. ഇതെന്റെ വാക്കോ പിന്നെ അൻവർ ഉസ്താദിന്റെ വാക്കൊന്നുമല്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഒരാൾക്ക് സ്വർഗം കൊടുക്കാൻ ആഗ്രഹിച്ചാല് അള്ളാഹ് അവരെ കൊണ്ട് നന്മകൾ ചെയ്യിപ്പിക്കുന്നു. അതുകൊണ്ടാ വാപ്പ ഈ പാപങ്ങൾ പൊറുക്കാൻ പറ്റുന്ന ഒരു സദസ്സിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു തആല കൊണ്ടുവരുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ നമ്മൾ പോകുമ്പോ എന്റെയും നിങ്ങളുടെയൊക്കെ പാപങ്ങൾ അള്ളാഹു തആല പൊരുത്തപ്പെട്ടു തരട്ടെ. മനസ്സിൽ തട്ടി പറയാം വാപ്പ, ഒരുപാട് നേരം ഞാൻ നിങ്ങളെ ഇരുത്തൂല. ഇൻഷാ അല്ലാഹ് കൂടിപ്പോയ 1 മണിക്കൂറും കൂടെ, അതിനപ്പുറത്തേക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ ആരെയും ഇരുത്തൂല. അള്ളാഹു തആല കബൂലാക്കട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അപ്പൊ ആ ഒരു ഓർമ്മ നമ്മുടെ ഖൽബിന്റെ ഉള്ളിലൂടെ കൊണ്ടുവരിക. അതോ അല്ലാഹുവേ, ഉബൈദ് ബിൻ ഉമൈർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സ്വഹാബി രണ്ടാമതായിട്ട് സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബാ, ദുനിയാവിന്റെ പുറത്തുകൂടെ നിങ്ങൾ കടന്നു വരുമ്പോ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട മക്കളെ നല്ലതുപോലെ വളർത്തുന്നവരാകണേ സ്വഹാബാ. നമ്മുടെ വിഷയം തന്നെ അതാണല്ലോ. ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് നിങ്ങൾ കടന്നു പോകുമ്പോ നിങ്ങളുടെ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാ. അത് നിങ്ങളുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരിക. നിങ്ങളുടെ മക്കളോടൊന്ന് പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ പേരമക്കളോടും ഒന്ന് പറഞ്ഞു കൊടുക്കുക. എന്റെ ഉപ്പാ, അല്ലാഹു എനിക്കും നിങ്ങൾക്കും മക്കളെ തന്നിട്ടുണ്ട്. ആ മക്കൾ നല്ല വഴികളിലൂടെ കടക്കുമ്പോഴല്ലേ നമുക്ക് സന്തോഷിക്കാൻ പറ്റൂ. ഞാൻ ചോദിക്കട്ടെ, മുൻഗാമികളായ വാപ്പമാര് മരണപ്പെട്ട് കബറിന്റെ ഉള്ളിലുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ഇവിടത്തെ പള്ളിയുടെ പരിസരത്ത് വന്ന, ആ കബറിന്റെ ചാരത്ത് വന്ന എത്ര ചെറുപ്പക്കാരെയാ നമുക്കവിടെ കാണാൻ പറ്റുന്നത്. ഈ തൊട്ടടുത്ത് വാപ്പയുടെ മയ്യത്ത് കൊണ്ടുവന്നിട്ട് പള്ളിപ്പറമ്പിൽ വെച്ചിട്ട് മണ്ണിട്ട് മൂടി പോയ ആൺമക്കള് എത്ര പേര് വാപ്പയുടെ കബറിന്റെ ചാരത്ത് വരുന്നുണ്ട്, കുറവാ. പക്ഷേ ഇവിടെ ഇരിക്കുന്ന തൊപ്പി വെച്ച താടി നിറച്ച ശരീരം ചുക്കുചുളുഞ്ഞു പോയ എന്റെ ഉപ്പമാര് ബാപ്പയുടെ കബറിന്റെ ചാരത്ത് കടന്നു പോകാറുണ്ടല്ലോ. അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതാറുണ്ടല്ലോ, അവർക്ക് വേണ്ടി യാസീൻ ഓതാറുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് പൊറുക്കലിനെ ചോദിക്കാറുണ്ടല്ലോ. ഇവിടെ ഉസ്താദിന്റെ ഒരു സൂചന ഞാൻ ഇവിടെ കേൾപ്പിച്ചു. ഈ കാലഘട്ടത്തിന്റെ മക്കളെ എവിടെ നിന്ന് വളർത്തുന്നവരാ നമ്മള്. എന്നാൽ പടച്ചവനെ, നാൽക്കാലികളെക്കാൾ ബൽഹും അളല്ല്, നാൽക്കാലികളെക്കാൾ അതപ്പതിച്ചു പോകുന്ന കാലഘട്ടമാ ഇവിടെ ഇരിക്കുന്ന എന്റെ പുന്നാര ബാപ്പമാർക്കറിയാ. പണ്ടത്തെ കാലഘട്ടങ്ങളില് അല്ലാഹുവിന്റെ ദീനിനെ പറ്റിയിട്ട് വഅള് പറയുമ്പോ പാതിരാത്രി 1 മണിവരെ, 2 മണിവരെ, 3 മണിവരെ എല്ലാം വഅളുള്ള സമയത്ത് നിങ്ങൾ പോയിരുന്നു. അന്ന് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊണ്ടുപോയിരുന്നു. അവിടെ ചെറുപ്പക്കാരുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ഏത് വഅലിന്റെ മജ്ലിസിലാണ് എന്റെ ചെറുപ്പക്കാര് കടന്നു വരുന്നത്? എന്റെ ശബ്ദം ശ്രവിക്കുന്ന യുവാക്കൾ വഴിയോരത്തുണ്ടോ? പൊന്നുമോനെ, നിങ്ങളെ കുറ്റപ്പെടുത്താൻ ഞാൻ ആളല്ല, നിങ്ങളെ കളിയാക്കാൻ ഞാൻ ആളല്ല. എന്നാലും ഒന്ന് പറയാ, എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ ബാപ്പക്കൊരു പ്രതീക്ഷയുണ്ട്, എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഉമ്മക്കൊരു പ്രതീക്ഷയുണ്ട്. എന്റെ മക്കൾ എന്നെ ഓർക്കുന്നവരാകണമല്ലോ. ഞാനൊന്ന് മരണപ്പെട്ട എന്റെ ബാപ്പയല്ലേ കിടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ബാപ്പയുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന, ബാപ്പയുടെ മയ്യത്ത് പൊതിയുന്ന, ബാപ്പയെ കൊണ്ടുവന്ന പള്ളിപ്പറമ്പിൽ വെച്ച അവിടെ വന്നിട്ട് ഫാത്തിഹയോതുന്ന മക്കളെ വന്ന് കിട്ടണമല്ലോ. അതുകൊണ്ട് സഹോദരാ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ ചെറുപ്പക്കാരോട് പറയാ, ഈ വാപ്പക്ക് ഒരുപാട് പ്രതീക്ഷയാ നിങ്ങളെ, ഉമ്മാക്ക് ഒരുപാട് പ്രതീക്ഷയാണ് നിങ്ങളെ. അതുകൊണ്ട് അല്ലാഹു നമുക്ക് തന്ന പുന്നാര മക്കൾ നല്ലവരാകണോ, അല്ലാഹു നമുക്ക് തന്ന പേരമക്കൾ നല്ലവരാകണോ. അതിന് ഞാൻ ഈ പറയുന്ന ആയത്ത് നമ്മുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരിക. ഏതാണെന്നറിയോ? ഇവിടെ ഇരിക്കുന്നതിൽ ഭൂരിഭാഗവും താടി നിറച്ച വാപ്പയാട്. അങ്ങനെയുള്ള എന്റെ വാപ്പയോട് പറയാ, നിങ്ങളുടെ മക്കളോട് ഓതാൻ പറയാ, നിങ്ങളുടെ മക്കളോട് അവരുടെ മക്കൾ നേരെയാകണോ. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ
വദുർരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവിനോട് നമുക്ക് പറയാനുള്ളതാണ്, റബ്ബനാ, ഞങ്ങളെ പടച്ചു പരിപാലിക്കുന്ന തമ്പുരാനെ, ഹബ്ലനാ മിൻ അസ്വാജിനാ. ആദ്യമായിട്ട് അവിടെ നിന്ന് പറയുന്നത് മക്കളെ പറ്റിയല്ല, ആദ്യം പറയുന്നത് മക്കളെ പറ്റിയല്ല. അള്ളാന്റെ ഖുർആൻ ആദ്യം പറഞ്ഞത് അസ്വാജിന എന്നാണ്. എന്തിനാണ് അങ്ങനെ പറഞ്ഞു എന്നറിയോ? അള്ളാഹു അങ്ങനെ പറയാ ഒരു കാരണമുണ്ട്. ഒരുമ്മയാണ് നല്ലതാകേണ്ടുന്നത്, ഒരുമ്മയാണ് നല്ല വഴികളിലൂടെ കടന്നു വരേണ്ടുന്നത്. ഒരു ഭാര്യയെ ഇവിടെ ഇരിക്കുന്ന എന്റെ പുന്നാര ഉപ്പമാരോട് പറയാ, നമ്മുടെ ആൺമക്കൾക്ക് ഇണകളെ തെരഞ്ഞെടുക്കുമ്പോ പടച്ചവനെ ഒരുപാട് സമ്പത്തല്ല, വലിയ വീട് നോക്കിയിട്ടല്ല, 2 നില വീട് നോക്കിയിട്ടല്ല, അല്ലെങ്കിലോ പെണ്ണിന്റെ വാപ്പക്ക് ഒരുപാട് സമ്പത്തുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടല്ല. പടച്ച റബ്ബേ, അവൾ നിസ്കരിക്കുന്നവളാണോ, അവൾ ഖുർആൻ ഓതുന്നവളാണോ, അവൾ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് വരുന്നവളാണോ, അങ്ങനെയുള്ള ഒരു മരുമകളെ കിട്ടിയെങ്കിലേ, അങ്ങനെയുള്ള മരുമകളെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താലേ അവർക്ക് ജനിക്കുന്ന മക്കൾ ഖുർആൻ ഓതുകയുള്ളൂ, അവർക്ക് ജനിക്കുന്ന മക്കൾ പള്ളിയിൽ വരികയുള്ളൂ. അതല്ലെങ്കിൽ കഷ്ടമാ. അതുകൊണ്ട് വിവാഹത്തിന്റെ മുമ്പ് തന്നെ ഓതണേ. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ. അല്ലാഹുവേ, നമുക്ക് നല്ല ഭാര്യമാരെ തരണം, കണ്ണിന് കുളിർമയുള്ള ഭാര്യമാരെ തരണം. വീട്ടിലേക്ക് വരുമ്പോ നിസ്കരിക്കുന്ന, ഖുർആൻ ഓതുന്ന, കാണുന്ന ഭാര്യമാരെ തരണം. ഇല്ലേ വാപ്പ, വീട്ടിലേക്ക് വരുമ്പോ മരുമകൾ വീട്ടിൽ നിന്ന് ഓതാണ് ഖുർആൻ, അത് കേട്ടിട്ട് വരാൻ രസമാണ്. വീട്ടിലുള്ള വാപ്പാക്ക് ഒരു പക്ഷെ അലസതയാണെങ്കിലും മരുമകൾ അപ്പുറത്ത് റൂമിൽ ഇരുന്നിട്ട് ഖുർആൻ ഓതാൻ, അല്ലേ? മകന്റെ ഭാര്യ എന്തോ രസമാണ് ഖുർആൻ ഇങ്ങനെ ഓതാൻ. ബറക്കത്ത് വരൂലേ? ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എന്റെ ഉമ്മമാരെ കുറ്റപ്പെടുത്തല്ല, നിങ്ങളൊക്കെ മോശമാണെന്ന് പറയാനും ഞാൻ ആളല്ല, ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നേ എന്നേ ഉള്ളൂ. എത്ര വീടുകളിൽ ഖുർആൻ ഓതുന്നുണ്ട്, കുറവല്ലേ? റജബ് അള്ളാന്റെ മാസമാണെന്ന് പറഞ്ഞിട്ട് പോലും ഒരു മാറ്റമില്ല, ഇല്ലേ? ഉമ്മമാരെ, നമ്മളാണ് ആദ്യം നല്ലവരാകാനുള്ളത്. എന്റെ ഉമ്മ, നിങ്ങൾക്കറിയുമോ, ഒരുമ്മയുടെ അതരങ്ങളിലൂടെയാണ് മക്കൾ നന്നാകുന്നത്. ഉമ്മയാണ് മുഴുവനും പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന എന്റെ പെങ്ങന്മാരോട് പറയാ, നിങ്ങളുടെ മക്കൾ വഴികേടിലായി, നിങ്ങളുടെ മക്കൾ പറഞ്ഞാ കേൾക്കൂല, നിങ്ങൾ എന്ത് പഠിപ്പീരാ മക്കളെ പഠിപ്പിക്കുന്നത് എന്ന് ഭർത്താവിനോട് ചോദിക്കുന്ന പെങ്ങളെ, ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ ഭർത്താവ് വീടിന്റെ ഉള്ളിലിരുന്ന മക്കൾ അവിടെ നിന്ന് പട്ടിണിയാകൂലേ? മക്കള് സങ്കടത്തിലാകൂലേ? മക്കള് ബേജാറിലാകൂലേ? ഏറ്റവും നല്ല ഉപദേശങ്ങൾ പഠിക്കുന്നത് അത് ഉമ്മയിൽ നിന്നാ. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാ. ഹബീബായ തങ്ങളുടെ പ്രിയപ്പെട്ട മുത്തുമോൾ സയ്യിദത്തുൻ നിസാ ബീവി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ, ഒരു വേള അലിയാർ തങ്ങൾ വരുമ്പോ കുറെ നേരം ഇരുട്ടിയിട്ടാണ് കടന്നു വരുന്നത്. അലി ഇബ്നു അബീ ത്വാലിബ് ഫാത്തിമ ബീവിയോട് ചോദിക്കുകയാണ്, അല്ല ഫാത്തിമ, ഈ രാത്രിയായിട്ട് എന്തേ ഫാത്തിമ കഥ കടക്കാത്തത്, വീടിന്റെ ഉള്ളിൽ ഇരിക്കാത്തത്? ആ സമയം പറഞ്ഞു, അലിയേ, ഇത് ഞാൻ നിങ്ങളെ തിരക്കി നിന്നതാണ് അലിയേ. ആ സമയത്ത് അവിടെ അലിയാർ തങ്ങൾ ചോദിക്കുകയാണ്, എന്തിനാ മോളെ ഫാത്തിമ ഈ പാതിരാത്രിയിൽ ഇങ്ങനെ നിന്നത്? ആ സമയം അവിടെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ എന്റെ പെങ്ങളെ അലിയാർ തങ്ങളുടെ കൈപിടിച്ചിട്ട് പറയാ, അല്ല അലിയേ, എന്റെ ഉപ്പ നബിയുനാ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ ഏത് രാത്രി കടന്നു വന്നാലും എന്റെ ഉമ്മ ഖദീജ വീടിന്റെ
വീടിന്റെ മുൻവശത്ത് കാത്തു നിൽക്കുമായിരുന്നു. അത് കണ്ടു പഠിച്ച മോളാ ഞാന്. ഇതെന്റെ ഉമ്മയാണ് എന്നെ പഠിപ്പിച്ചത് എന്നവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ പിറ്റേന്ന് പള്ളിയിൽ പോയി, യാ റസൂലല്ലാഹ്, അവിടത്തെയുടെ പൊന്നുമോള് സ്വർഗത്തിന്റെ റാണിയല്ലെങ്കിൽ പിന്നെ ആരാ നബിയെ സ്വർഗത്തിന്റെ റാണി? ഞാൻ അവിടെ നിന്ന് ശരീരം വേദനിച്ച് പാതിരാത്രി എന്റെ വീട്ടിൽ വരുമ്പോ എന്റെ കൈ പിടിച്ചുകൊണ്ട് വീടിന്റെ ഉള്ളിൽ കൊണ്ടുപോയത് അത് ഫാത്തിമയാണ് നബിയേ. ഞാൻ ചോദിച്ചു, ഫാത്തിമ ഇതെവിടെ നിന്ന് പഠിച്ചു ഫാത്തിമ? ആ സമയം പറഞ്ഞു, എന്റെ ഉമ്മ ഖദീജ, എന്റെ ഉമ്മയിൽ നിന്നാണ് ഞാൻ ഇത് പഠിച്ചത്. നല്ലൊരു ഉമ്മയിൽ നിന്നാണ് നല്ല മക്കൾ വളർന്നു വരിക. ഇവിടെ വാപ്പമാരെ കുറ്റപ്പെടുത്താൻ നമുക്കൊരു അവകാശമില്ല. കാരണം ഒരു പ്രവാസിയായ വാപ്പയോട് അല്ലെങ്കിൽ ഒരു ഭർത്താവിനോട് ഉമ്മ ചോദിക്കാൻ, നിങ്ങളുടെ മകൻ കേടായതിനിപ്പോ ഞാനാണ് കുറ്റക്കാരൻ എന്നൊരു ചോദ്യം. ഇവിടെ ആ മക്കൾ ജനിച്ചു വീഴുന്ന സമയം മുതൽ ആ മക്കൾ വളർന്നു ഏറ്റവും കൂടുതൽ കൂടെ വരുന്നത് ഉമ്മാന്റെ കൂടെ. ഉമ്മമാരെ ഞങ്ങൾ കുറ്റപ്പെടുത്തല്ല, ഉമ്മയുടെ ചാരത്തു നിന്നാണ് മക്കളെല്ലാം പഠിക്കുന്നത്. ഉമ്മ ഖുർആൻ ഓതുന്നുണ്ടോ? ആ മക്കൾ ഖുർആൻ ഓതും, ഉറപ്പാണ്. ഉമ്മ യാസീൻ ഓതുന്നുണ്ടോ? ഈ മക്കൾ, ഈ പെൺമക്കളെ വേറൊരു വീട്ടിലേക്കൊന്ന് കെട്ടിച്ചയച്ചാലും ഈ മക്കളും ആ ഉമ്മ ചെയ്തൊരു ഓർമ്മ ഈ മക്കളുടെ മനസ്സിലുണ്ട്. ആ മോളെ കെട്ടിച്ചു വിട്ട വീട്ടിലേക്ക് പോയാൽ ആ മോള് യാസീൻ ഓതും. ആരും പറയണമെന്നില്ല, അല്ലെങ്കിൽ അമ്മായിയമ്മ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കണമെന്നില്ല, ഒരാളും പറയേണ്ടുന്ന ഒരു കാര്യമില്ല. അവൾ യാസീൻ ഓതും, ഉറപ്പാണ്. ഉറപ്പായിട്ട്. ഇത് ഫാത്തിമ ബീവി എന്താ പറഞ്ഞേ? ഞാൻ എന്റെ ഉമ്മയെന്നാ പഠിച്ചെന്നാ അല്ലേ? സുരലോക സുബർഗത്തിൽ സുഗന്ധപ്പൂ റാണിയാമേ സുന്ദരി മണി ബീവി ഫാത്തിമ റളിയല്ലാഹ് അഗമിയിൽ മീകൈന്തുള്ളേ സുറുമക്കൻ കനിയാളെ സുരബില സൂരറാണി ഫാത്തിമ റളിയല്ലാഹ് സുരലോക സുബർഗത്തിൽ സുഗന്ധപ്പൂ റാണിയാമേ സുന്ദരി മണി ബീവി ഫാത്തിമ റളിയല്ലാഹ്. ലോകത്തിന്റെ മണിമുത്തിന്റെ പൊന്നുമോളാൻ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വീട്ടിന്റെ ഉള്ളിലിരിക്കാൻ. എന്റെ ഉമ്മമാർക്ക് വേണ്ടിയ വാള്. വീടിന്റെ ഉള്ളിലിരിക്കുമ്പോ അലിയാർ നിങ്ങളും ചാരത്തുണ്ട്, അലിയാർ നിങ്ങളും ചാരത്തുണ്ട്. ഹസനോടും ഹുസൈനോടും പറഞ്ഞു, മക്കളെ ബിസ്മി ചൊല്ലണം, മക്കളെ ബിസ്മി ചൊല്ലണം. എന്നിട്ട് ഉമ്മ ഉറക്ക ചെല്ല. ഉമ്മമാരെ ശ്രദ്ധിക്കണം, ഉമ്മ ഉറക്ക ചെല്ല. ആരെ ചെല്ലണത്? ഫാത്തിമ ബീവിയാണ്. ഉറക്ക ചൊല്ലി. ഇത് കേട്ട് ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമ രണ്ടുപേരും ഉറക്ക ചെല്ലാൻ. ഉമ്മ ഉറക്ക ചെല്ലി കാണിച്ചു കൊടുത്തപ്പോ ഈ മക്കൾ ഉറക്ക ചെല്ലാൻ ഒരുങ്ങി. അങ്ങനെ കുറെ പ്രാവശ്യമായപ്പോ പിന്നെ ഉമ്മ പറയേണ്ടെന്ന് ആവശ്യമില്ല, അങ്ങനെ തന്നെ മക്കൾ അങ്ങോട്ട് പഠിക്കാൻ. ഒരു വേള ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ പാത്രത്തിന്റെ പല ഭാഗത്തു നിന്നായിട്ട് ഇങ്ങനെ വാരിയെടുക്കുന്നുണ്ട്. നമ്മുടെ മക്കൾ അങ്ങനെ പാത്രത്തിന്റെ പല ഭാഗത്തു നിന്ന് ഇങ്ങനെ വാരി എടുക്കും. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആ മകന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ ഇവിടെ നിന്ന് കഴിച്ചു. മോന്റെ അടുത്തിരിക്കുന്ന എവിടെ നിന്നാണോ, അടുത്ത ഭാഗം ഏതാണോ അവിടെ നിന്ന് കഴിക്കണം, അതാ നല്ലത്. ഉമ്മ പറഞ്ഞു കൊടുത്തപ്പോ അതിൽ പിന്നെ അവിടെ നിന്ന് ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രങ്ങൾ പറയുമ്പോ ഒരു സ്വഹാബിക്ക് ഒരു കഥ പറഞ്ഞു കൊടുത്തു ബഹുമാനപ്പെട്ടവർ. ആ കൂട്ടത്തിൽ പറഞ്ഞു, എന്റെ ഉമ്മ ഫാത്തിമ റളിയല്ലാഹു അൻഹ എനിക്കിത് പഠിപ്പിച്ചതാണ്. അപ്പൊ നല്ലൊരു ഉമ്മയിലൂടെയാണ് എന്റെ പെങ്ങളെ ആ മക്കളുടെ പഠനം മുന്നോട്ട് വരുന്നത്. ആ ഉമ്മ നല്ലവരാകണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്താവുക? ഭാര്യമാരെ നല്ലവരായിട്ട് തിരഞ്ഞെടുക്കണം. നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ പ്രിയപ്പെട്ട ഉമ്മ നല്ലവരാകണം. അവിടെ അള്ളാന്റെ ഹബീബാ പറഞ്ഞത്, നല്ല ഇൽമുള്ള പെണ്ണിനെ നോക്കിയിട്ട് അള്ളാഹുവിനെ അനുസരിക്കുന്ന, ഖുർആൻ ഓതുന്ന, ദിക്ർ ചൊല്ലുന്ന, നന്മകളുടെ പടികളിലൂടെ കടന്നു വരുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണെങ്കിൽ എന്റെ ഉപ്പാ, ആ പെണ്ണ് വന്നു കയറുന്ന വീട്ടിൽ ബറക്കത്തുണ്ടാകും, അവിടെ സന്തോഷമുണ്ടാകും, അവിടെ നിഅമത്തുകൾ ഉണ്ടാകും. കാരണം പടച്ചവനെ പറ്റി ഓർക്കുന്നൊരു പെണ്ണ്, ഖുർആൻ ഓതുന്ന ഒരു പെണ്ണ്, അങ്ങനെ ഉള്ളവരെയാണ് മക്കൾക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ളത്. അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്തോ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ. ഭാര്യമാരെ പോലും കൺകുളിർക്കയൊന്ന് കാണാൻ പഠിപ്പിക്കുന്നത് എന്റെ പെങ്ങളെ
പ്രിയപ്പെട്ട ഭർത്താവ് എത്ര കൊല്ലം നാട്ടിലില്ല എന്നുണ്ടെങ്കിൽ പോലും ആ പൊന്നുമക്കളെ നല്ലതുപോലെ പഠിപ്പിച്ചിട്ട് നല്ല ചിട്ടയിലൂടെ കൊണ്ടുവരേണ്ടുന്ന ഉത്തരവാദിത്വം എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണങ്ങളായ എന്റെ ഉമ്മമാർക്കുണ്ട്. നിങ്ങൾക്കറിയുമോ, ബഹുമാനപ്പെട്ട ഹാജറ ബീവി റളിയല്ലാഹു അൻഹാ വെളുവെളുത്ത പെണ്ണല്ല, കറുകറുത്ത പെണ്ണാണല്ലോ ഹാജറ ബീവി റളിയല്ലാഹു അൻഹാ. അവിടുന്ന് ഹാജറ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ പിഞ്ചോമനയാകുന്ന ഇസ്മാഈൽ എന്ന് പറയുന്ന പൊന്നുമകനെ അല്ലാഹുവേ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അവിടുന്ന് കൊടുത്തിട്ട് പറയാട്, മോളെ പൊന്നുമകനെ നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്, ഞാൻ അവിടുന്ന് കടന്നു പോവുകയാണ്. വിജനമായ പ്രദേശത്ത് ഒരു ഉമ്മയെയും ഒരു മകനെയും തനിച്ചാക്കിയിട്ട് ഒരു പ്രവാസി പോകുന്നത് പോലെ ഒരു പാവപ്പെട്ടവരായ ഇബ്രാഹിം നബി അവിടുന്ന് കടന്നു പോകുന്നുണ്ട്. അത് പടച്ചവന്റെ കൽപ്പനയാണ്. പോകുമ്പോ ഇന്ന് എത്രയോ പ്രിയപ്പെട്ട പ്രവാസികള്, ഈ നാട്ടിലുള്ള പ്രവാസികളായ ഭർത്താക്കന്മാര് 6 വയസ്സുള്ള 7 വയസ്സുള്ള 8 വയസ്സുള്ള പൊന്നുമക്കളുടെ കൂടെ ഇരുന്ന് കളിച്ചിട്ട് അവർക്ക് സന്തോഷം തീർന്നില്ല, ഭക്ഷണം കഴിച്ചിട്ട് സന്തോഷം തീർന്നില്ല. ആ പ്രിയപ്പെട്ട പുന്നാര മക്കള് കിടന്നുറങ്ങുമ്പോ ആ മക്കളുടെ കവിൾത്തടത്തില് മുത്തം കൊടുത്ത് പ്രവാസ ലോകത്തേക്ക് പോയ എത്രയോ പ്രിയപ്പെട്ട വാപ്പമാരുണ്ട്. എന്റെ ഉമ്മ ഇതേപോലെ പുന്നമകനാകുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തനിച്ചാക്കിയിട്ട് അവിടുന്ന് ഒരു പെണ്ണിനെ ഏൽപ്പിക്കുന്നു. അതാരാണ്? ഉമ്മയാണ്. ആ ഉമ്മയെ ഏൽപ്പിച്ചിട്ട് കടന്നു പോകുന്ന പലസ്തീനില് എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് മടങ്ങി വരുന്നത് എന്നറിയോ? 10 കൊല്ലം കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോ ബാപ്പയെന്ന് വിളിക്കാൻ അറിയാവുന്ന, ഇതെന്റെ ബാപ്പയാണെന്ന് നല്ലതുപോലെ അറിയാവുന്ന ആ ഒരു വയസ്സിലേക്ക് എത്തി. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മടങ്ങി വരുമ്പോ അവിടുന്ന് പൊന്നുമകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ചെന്ന് കൈപിടിച്ച് സലാം പറയുകയാണ്. പ്രിയപ്പെട്ട ബാപ്പയോട് സലാം പറയാ. ഹാജറ എന്ന് പറയുന്ന ഉമ്മ പറഞ്ഞു കൊടുത്തിട്ടില്ല, മോനെ നിന്റെ ബാപ്പയാണതെന്ന്. പോയി സലാം പറയുന്ന പറഞ്ഞു കൊടുത്തിട്ടില്ല. ഉമ്മ പഠിപ്പിച്ചു മകനെ. ഉമ്മ എവിടെന്ന് പൊന്നുമകനിക്ക് അവിടെന്ന് ഓർമ്മ വെച്ച സമയം മുതൽ പറഞ്ഞു കൊടുത്തു, ബാപ്പയെ നിന്റെ ബാപ്പ ഇബ്രാഹിമാ. മോനെ, ആ പ്രിയപ്പെട്ട ഉപ്പയുടെ കഥകൾ ഇങ്ങനാണ്, ഉപ്പ ഇങ്ങനെ പോയതാണ്. എന്റെ പെങ്ങളെ, ഭർത്താവേ, നിങ്ങളല്ലേ ഈ മക്കൾ ഇങ്ങനെയാകാൻ കുറ്റക്കാരായത് എന്ന് പറഞ്ഞു ചോദിക്കുന്ന ഉമ്മ നിങ്ങൾക്കൊരു മാതൃകയാണ്. ബഹുമാനപ്പെട്ട ഹാജറ ബീവി 10 കൊല്ലം കൊണ്ട് മകനെ പഠിപ്പിച്ചു മനസ്സിലാക്കി. അവിടെ പരാതിയില്ല, അവിടെ പരിവട്ടമില്ല. നിങ്ങളാണ് നശിപ്പിച്ചു എന്ന് പറഞ്ഞില്ല. നിങ്ങൾ എവിടെ പോയി 10 കൊല്ലം കിടന്നെന്ന് ചോദിച്ചിട്ടില്ല. അവിടെന്ന് മകൻ അവിടെന്ന് ഓടിച്ചൊല്ലുന്നു, ഉപ്പാ എന്ന് പറഞ്ഞിട്ട് സലാം പറയുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പൊന്നുമകന്റെ കവിൾത്തടത്തിൽ തുരുതുരാ മുത്തം കൊടുത്തു പോയെങ്കിൽ ഇത് ബാപ്പയാണെന്ന് അവിടെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാതെ അവിടെന്ന് എങ്ങനെയാണ് ആ പൊന്നുമകൻ അവിടെ അറിഞ്ഞു പോയത്? ബാപ്പയെ കണ്ടപാട് ഓടിയെടുത്തല്ലോ. അതും കഴിഞ്ഞിട്ടില്ല. ബാപ്പയുടെ കൈപിടിച്ചു കൊണ്ടൊന്ന് നടക്കുന്ന സമയത്ത് ഹാജറ എന്ന് പറയുന്ന പെണ്ണിനോട് പറയുന്നു, ഹാജറ, അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട് ഹാജറ, പൊന്നുമകനെ ബലിയെറുക്കണമെന്ന്. ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹാ അവിടെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇത്രയും നാളില്ലാതിരുന്നിട്ട് ഈ 10 കൊല്ലക്കാലം നിങ്ങളുടെ മകനെ പോറ്റി വളർത്തിയത് ഞാനാ, ഭക്ഷണം കൊടുത്തത് ഞാനാ, കൊണ്ടുപോയത് ഞാനാ, ഇപ്പൊ അവകാശം പറഞ്ഞു വരികയാണോ എന്നൊന്നും ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചിട്ടില്ല. ഹാജറ ബീവിയോട് പറഞ്ഞെന്നാണ് ചരിത്രം പറയുന്നത്. ഹാജറ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുമ്പോ നിങ്ങൾ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കണ്ണുനീർ ലഭിച്ചിട്ടില്ല. ഒരു ഭാഗത്ത് മാറി നിന്നിട്ട് കണ്ണു നിറഞ്ഞു, ഒരു ഭാഗത്ത് മാറി നിന്നിട്ട് കണ്ണു നിറഞ്ഞു. ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹ കരയുകയാണ്. ഉപ്പാന്റെ കൈ പിടിച്ചിട്ട് മകൻ നടക്കുന്നുണ്ട്. അല്ലാഹുവേ, എന്നാണ് ബാപ്പയെ കാണുന്നത്? എന്നിട്ട് പോലും ബാപ്പ നിങ്ങളെ കൂടെ ഞാൻ വരൂല എന്ന് പറഞ്ഞില്ല. എന്റെ ബാപ്പയുടെ ആഗ്രഹം പോലെ ഇത് പഠിപ്പിച്ചതാരാ? ബാപ്പയെ അനുസരിക്കണമെന്ന് പഠിപ്പിച്ചതാരാ? ബാപ്പ പറയുന്നത് കേൾക്കണമെന്ന് പഠിപ്പിച്ചതാരാ? ബാപ്പയുടെ വഴികളിലൂടെ കടന്നു പോകണമെന്ന്
പഠിപ്പിച്ചതാരാട്? ഒരു കറുകറുത്ത പെണ്ണ് ഇന്നും ലോകം വാഴ്ത്തിപ്പാടുന്ന മഹദിയായ ഹാജറ റളിയല്ലാഹു അൻഹയാണ് കൊണ്ടുവന്നുകൊണ്ട് പുന്നോമന മകനെ കിടത്തുമ്പോ അവിടന്ന് പ്രിയപ്പെട്ട ബാപ്പയോട് പറഞ്ഞു, ബാപ്പാ അവിടന്ന് ഒരുപാട് കണ്ട് പരിചയമില്ലാഞ്ഞിട്ട് പോലും ഈ ബാപ്പയോട് പറയുന്ന, ബാപ്പാ എന്റെ പൂമുഖത്തേക്ക് എന്റെ ഉപ്പ നോക്കരുത്, എന്നെ അറുക്കുമ്പോ എന്നെ കമഴ്ത്തി കിടക്കണേ ബാപ്പാ. എന്തേ കാരണമെന്നറിയോ? ഈ പൊന്നുമകന്റെ പൂമുഖത്തേക്ക് നോക്കിയ എന്റെ ബാപ്പക്ക് സ്നേഹമൊന്ന് കൂടി വന്നു പോയാ അള്ളാന്റെ കൽപ്പനയെ, പടച്ചവന്റെ കൽപ്പനയെ മറക്കേണ്ടുന്നൊരവസ്ഥ വന്നാലോ? എന്തിനാ ഞാൻ ഇത് പറയുന്ന എന്നറിയോ? അള്ളാഹുവിനെ ഓർക്കണം ബാപ്പാ, റബ്ബിന്റെ കൽപ്പനയെ അനുസരിക്കണം ബാപ്പാ എന്ന് പറയാ ഒരു മകനെ കൊണ്ടുവന്നത് എന്റെ പെങ്ങളെ ഒരു ഉമ്മയുടെ വാക്കിലൂടെയാണ്. അള്ളാനെ പറ്റി പരിചയപ്പെടുത്തുന്നത്, നന്മയിലൂടെ വരണമെന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ സ്വാതന്ത്ര്യത്തെ പറ്റിയിട്ട് പഠിപ്പിക്കുന്നത് ഒരു ഉമ്മയാണ്. രണ്ടാമത് പറഞ്ഞു, ഉപ്പാ നിങ്ങൾ എന്റെ കൈകാലുകളെ കെട്ടണം ബാപ്പാ. എന്തേ കാരണമെന്നറിയുമോ? ഈ പ്രിയപ്പെട്ട പുന്നാര മകനെങ്കാണം കടുത്തറുക്കുന്ന സമയത്ത് കാലിട്ടടിക്കുന്നത് കണ്ടാ എത്രയായാലും എന്റെ ഉപ്പക്കത് സഹിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് എന്റെ കാലുകൾ കെട്ടണേ, എന്റെ ഡ്രസ്സുകളെ മാറ്റി വെക്കണേ, അതിൽ ബ്ലഡ് പുരലല്ലേ വാപ്പോ. അതും കഴിഞ്ഞിട്ട് പറഞ്ഞു, വീട്ടിലേക്ക് പോയാ എന്റെ ഉമ്മയോട് എന്റെ അസ്സലാമു അലൈക്കും എന്ന് പറയണേ വാപ്പാ. എന്തിനാണ് സഹോദരങ്ങളെ കേട്ട് 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 തഴമ്പ് പിടിച്ചു പോയ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെ കഥ ഇവിടെ പറയുന്ന എന്നറിയോ? ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന എന്റെ പെങ്ങളെ കേവലം ചരിത്രം മാത്രം കേട്ടുകൊണ്ട് കൊള്ളാമല്ലോ, ഉസ്താദ് സൂപ്പറായിട്ട് വാഴ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് കേട്ടുകൊണ്ട് അവിടെ എഴുന്നേറ്റ് പോകാനല്ല. ഹാജറ എന്ന് പറയുന്ന ഒരുമ്മ ഭർത്താവ് അരികത്തില്ലാതിരുന്നിട്ട് പോലും ആ പൊന്നുമകനെ തർബിയത്ത് ചെയ്തത്, ആ പൊന്നുമകനിക്ക് ബാപ്പയെ പറ്റി പഠിപ്പിച്ചത്, ആ പൊന്നുമകനിക്ക് സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു വരാന് പഠിപ്പിച്ചു കൊടുത്തത് അതൊരു കറുകറുത്ത പെണ്ണാ. പെങ്ങളെ അവിടെ വെളുപ്പില്ല, സമ്പത്തില്ല, സൗകര്യങ്ങളില്ല, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കഴിഞ്ഞുകൂടിയ ഒരു പെണ്ണിന്റെ പേരാണ് ഹാജറ. ഇല്ലേ, ചില ഉമ്മമാര് പറയും നിങ്ങൾക്ക് എന്താ പണിയെന്നാ ചോദിക്കുക പാപ്പാരെ. ചിലര് പറയും നിങ്ങളാണ് ഇവനെ വഷളാക്കിയത്. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ മക്കളുമായി ബന്ധപ്പെടുന്നത്, മക്കളുമായിട്ട് ഒരുമിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് ഉമ്മയാണ്. ആദ്യത്തെ മദ്രസ ഉമ്മയാണ്, ആദ്യത്തെ മദ്രസ തന്നെ ഉമ്മയാണ് അല്ലേ? ആ ഉമ്മ നല്ലത് ചെയ്യുമ്പോൾ ആ മക്കള് നല്ലത്. എന്തിനേറെ ഗർഭത്തിലുള്ള സമയം തന്നെ മക്കള്, ഉമ്മമാരെ നിങ്ങളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കുക, പെൺമക്കളോട്, പുന്നാര മക്കൾ, നിങ്ങളുടെ പെൺമക്കൾ, അവർ പ്രിയപ്പെട്ട അവരുടെ മക്കളെ ഗർഭം ചുമന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ അവരോട് ഖുർആൻ ഓതാൻ പറയണം, ഖുർആൻ ഓതാൻ പറയണം. ഒരുപാട് സ്വലാത്തുകൾ ഇതൊക്കെ ഈ മക്കൾ കേൾക്കുന്നുണ്ട്. ഈ ഗർഭാശയത്തിൽ കിടക്കുന്ന ഈ കുട്ടികൾ ഇതൊക്കെ കേൾക്കണം അല്ലേ? നല്ല മദ്ഹ് അവർക്ക് പാടിക്കൊടുക്കണം, ഹബീബിന്റെ മദ്ഹുകൾ അവർക്ക് ഇങ്ങനെ കേൾപ്പിച്ചു കൊടുക്കണം, അള്ളാഹുവിന്റെ ഖുർആനെ കേൾപ്പിച്ചു കൊടുക്കണം. ഇന്നതൊക്കെ മാറി. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മുഴുവൻ ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചു. അങ്ങനത്തെ കാലഘട്ടത്തിലൂടെ നമ്മൾ പോവാ. പിന്നെങ്ങനാ ഈ മക്കൾ നന്നാവുക? പിന്നെങ്ങനാണ് ഈ മക്കൾ നന്നാവുക? അതുകൊണ്ട് എൻ്റെ ഉമ്മമാരോട് സ്നേഹത്തോടെ പറയാൻ, നിങ്ങളൊന്ന് ജാഗ്രതയായിട്ട് വരണം. വീട്ടിന്റെ ഉള്ളിലുള്ള കുരുന്നു മക്കളെ പിടിച്ചിരുത്തണം. ഉമ്മ ബാപ്പയെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കണം മക്കളോട്. ബാപ്പയെ പറ്റി, മോനെടാ നിന്റെ ബാപ്പ ഇത്രയും പാടുപെട്ടാ നിന്നെ വളർത്തുന്നത്. നല്ല മക്കൾ അവിടെ നിന്നാ വരുന്ന പെങ്ങളെ, നിങ്ങളെടുക്കുന്നവരാ. മോനെ വിളിച്ചിരുത്തി, മോനെ ബാ നമുക്ക് യാസീനോ, അതാ സന്ധ്യാസമയായി. ചില ഉമ്മമാര്, ഭൂരിഭാഗം ഉമ്മമാരും പറഞ്ഞ അങ്ങനെ, നിങ്ങളാ കേടുവരുത്തേ, നിങ്ങളാ കേടുവരുത്തേ. ഈ സാധുക്കൾ എന്ത് കേടുവരുത്തി? നേരം വെളുത്തവർ ഇറങ്ങിപ്പോവാൻ. ഈ മക്കൾക്കും ഈ ഭാര്യയ്ക്കും വേണ്ടി പാടുപെടാൻ, കഷ്ടപ്പെടാൻ വേണ്ടി നേരം വെളുത്ത് ഇറങ്ങിപ്പോകുന്ന ഈ പ്രിയപ്പെട്ട ഭർത്താവ് വൈകുന്നേരം വന്ന് കയറിയപ്പോ പറയും, അവൻ അവിടെ കളിക്കാൻ പോയി, ഇവിടെ കളിക്കാൻ പോയി, നിങ്ങൾ ഒറ്റൊരാൾ കാരണം. ഈ സാധു ഒന്നും മനസ്സുകൊണ്ടറിഞ്ഞിട്ടില്ല, ഈ സാധു ഒന്നും മനസ്സുകൊണ്ടറിഞ്ഞിട്ടില്ല. ഇല്ലേ പെങ്ങളെ, ഇതൊരു കുറ്റമായിട്ട് കണക്കാക്കരുത്. നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, മോനെ സൂക്ഷിക്കണം. നീ ഇറങ്ങി വെറുതെ കിടന്ന് ഓടിയാല് മറിഞ്ഞു വീഴും. ആ സാധു വൈകുന്നേരം വരെ പാടുപെട്ട 500 കിട്ടുക, നീ സൂക്ഷിക്കണം. ഓരോന്നും മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടുന്നത് ഉമ്മയാണ്.
ഉമ്മയാണ്. എത്രയോ ചരിത്രങ്ങളുണ്ട്. അതുകൊണ്ട് എന്ത് വേണം, നമ്മളൊക്കെ എപ്പോഴും ദുആ ചെയ്തുകൊണ്ട് വരണം. എന്റെ ഉപ്പമാരെ, ചെറുപ്പക്കാരാ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൽ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, നമ്മുടെ മക്കള്, നമ്മുടെ ഭാര്യമാര് കണ്ണിന് കുളിർമയാക്കി തരണയല്ലാ. അതിന് വയസ്സായാലും ശരി തന്നെ നിങ്ങളുടെ മക്കളോട് ചൊല്ലാൻ പറ. എത്രയോ വീടിന്റെ കത്തട്ടില് പടച്ച റബ്ബേ, ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങൾ പോലും ആയിട്ടില്ല, അവിടന്ന് ത്വലാഖ് ചൊല്ലി ഫസ്ഖ് ചൊല്ലിയിട്ട് കടന്നു പോവുകയാ. ജീവിച്ചൊന്ന് കൊതി തീരുന്നതിന്റെ മുമ്പ് വിവാഹബന്ധം വേർപെടുത്തുന്ന എത്രയോ ആളുകളുണ്ട്. അതൊക്കെ വന്ന് മാറിപ്പോകണോ? കല്യാണം കഴിക്കാനിരിക്കുന്ന ചെറുപ്പക്കാരാ, കല്യാണം കഴിച്ചുപോയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അല്ലാഹുവേ, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാര് കണ്ണിന് കുളിർമയുള്ളവരാക്കി തരണയെന്ന് പറഞ്ഞ നിസ്കരിക്കുന്നവളാക്കിയിട്ട്, നോമ്പ് നോക്കുന്നവളാക്കിയിട്ട്, എന്നെ അനുസരിക്കുന്നവളാക്കിയിട്ട്, എന്റെ വഴികളിലൂടെ കടന്നു പോകുന്നവളായിട്ട്, എന്നെ സ്നേഹിക്കുന്നവളായിട്ട്, എന്റെ പൊന്നുമക്കളെ നല്ലതുപോലെ നോക്കുന്നവളായിട്ട് എന്റെ പ്രിയപ്പെട്ടവളെ മാറ്റി തരണേ അല്ലാ. സഹോദരങ്ങളെ, നമ്മളൊക്കെ ഭർത്താക്കന്മാരാ, ഞാനും ഒരു ഭർത്താവാ. പടച്ച റബ്ബേ, വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് വീട്ടിലേക്ക് എത്തുന്നത്. എന്റെ മക്കളെ നോക്കുന്നതാരാണ്? എന്റെ പ്രിയപ്പെട്ടവളല്ലേ. അവരെ പഠിപ്പിക്കുന്നതാരാണ്? എന്റെ പ്രിയപ്പെട്ടവളല്ലേ. അവളെ ഖുർആൻ പഠിപ്പല്ല, മക്കളെ ഖുർആൻ പഠിപ്പിക്കുന്നതാരാണ്? എന്റെ പ്രിയപ്പെട്ടവളല്ലേ. എന്റെ സഹോദരങ്ങളെ, അതേപോലെ ഓരോ ഉമ്മയും മക്കളെ പഠിപ്പിക്കണം. ഓരോ ഉമ്മയും അവിടെ നിന്ന് നിസ്കാരം പഠിപ്പിക്കണം. ഓരോ ഉമ്മയും അടുത്ത് വിളിച്ചിരുത്തിയിട്ട് ഖുർആൻ പഠിപ്പിക്കണം. അങ്ങനെ ആകണമെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ ദുആ നമ്മുടെ മുമ്പിലേക്കൊന്ന് കൊണ്ടുവരിക. അങ്ങനെ വന്നാ കണ്ണിന് കുളിർമയുള്ള മക്കളെ അല്ലാഹു നമുക്ക് തരും. നമ്മൾ പറയണ്ട പള്ളിയിൽ പോകാൻ, മോനെ ഓടിപ്പോടാന്ന് പറയണ്ട, അവൻ അറിയാതെ കടന്നു പോകുമല്ലോ. ഇനി അവിടെ നിന്ന് 40 വയസ്സ് പ്രായമായാൽ, വാപ്പമാരെ, നമുക്ക് 40 വയസ്സ് പ്രായമായ നമ്മുടെ മക്കള് തലയെടുപ്പുള്ളവരായി, നമ്മളെക്കാൾ വർത്തമാനം പറയുന്നവരായി, നമ്മളെക്കാൾ സംസാരിക്കുന്നവരായി. എന്നാൽ അവിടെ നിന്ന് 40 വയസ്സുള്ള വാപ്പ ഒരു ദുആ പതിവാക്കണം. വഅസ്ലിഹി ലീ ഫീ ദുർരിയതി. നമ്മൾ പതിവാക്കുള്ളതാണ്. ഇത് ഖുർആന്റെ ആയത്താണ്. 40 വയസ്സ് എത്തിക്കഴിഞ്ഞാൽ, 40 വയസ്സ് പ്രായമായ എല്ലാ ആളുകളും ഓതണം. അത് ആണായാലും വേണ്ടില്ല, പെണ്ണായാലും വേണ്ടില്ല. ഉമ്മ 40 വയസ്സെത്തിയോ, നിങ്ങളുടെ മക്കളെ നന്നാക്കി തരണോ. വഅസ്ലിഹി ലീ ഫീ ദുർരിയതി. പടച്ചോനെ, എന്റെ മകനെ നീ എനിക്ക് നല്ലവനാക്കി, നല്ലത് ചെയ്യുന്നവനാക്കി എനിക്ക് തരണേ അല്ലാ. ചെല്ലണം വാപ്പ. കാരണം എന്താ? ഇന്ന് വാപ്പാനെ കണ്ടാ പോലും എഴുന്നേക്കാത്ത മക്കളുടെ കാലഘട്ടം. വാപ്പയെ കണ്ടാ പോലും മൈൻഡ്, വാപ്പാന്ന് പോലും അറിയില്ല. സ്വന്തം വാപ്പ അടുത്തിരിപ്പുണ്ട്, എന്നിട്ട് നമുക്ക് സംശയം വാപ്പാണോ മകനാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുക. അതുകൊണ്ട് എന്ത് വേണം? 40 വയസ്സ് കഴിഞ്ഞോ? ഇത് ഖുർആനിന്റെ ആയത്താണ്. ഇത് ഖുർആനിന്റെ ആയത്താണ്. വഅസ്ലിഹി ലീ ഫീ ദുർരിയതി. പടച്ചോനെ, എന്റെ കുട്ടിയെ നന്നാക്കി തരണേ അല്ലാ. അവൻ കള്ളു കുടിക്കുന്നവനാക്കല്ലേ പടച്ചോനെ. നമ്മൾ ദുആ ചെയ്താൽ കിട്ടും വാപ്പ. നമ്മുടെ ദുആക്ക് പവറുണ്ട്, നമ്മുടെ ദുആക്ക് പവറുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിലൂടെ കടന്നു വരണം. വഅസ്ലിഹി ലീ ഫീ ദുർരിയതി. ഇന്ന് മുതലൊന്ന് പതിവാക്കാവൊരുങ്ങിക്കോ. 40 വയസ്സ് മുതൽ പടച്ച റബ്ബേ നമ്മൾ വിട പറയുന്നത് വരെ ഈ ഒരു വരി പോലും ഇല്ലാത്ത ഈ ഒരു ദുആ എന്റെ ഇവിടെ ഇരിക്കുന്ന എന്റെ ഉപ്പമാരെന്ന് പതിവാക്കിയാ, നിങ്ങളുടെ മക്കള് നിങ്ങൾ പറയുന്നത് പോലെ അവര് കേൾക്കും. ഇന്ന് ചന്തയിൽ നിന്ന മകനാണെങ്കിൽ അടുത്ത ഒരു കൊല്ലം ഇവിടെ വന്ന ബാപ്പയെ ഞാൻ കൊണ്ടാക്കാം വയലിന്റെ സദസ്സില്. ഇന്ന് മുതൽ പതിവാക്കിയാൽ ഈ മക്കൾ പറയും, വാപ്പ എവിടെ പോവാ? അതിന് ഞാൻ കൊണ്ടാക്കാം. മക്കള് പറയും. അതിന് നമ്മൾ തയ്യാറെടുക്കണം. അതിന് നമ്മൾ, അല്ലാഹ് എത്ര പെട്ടെന്ന് സമയം പോവാ, അതിന് നമ്മൾ തയ്യാറെടുക്കണം. നല്ല വഴികളിലൂടെ നമ്മളൊന്ന് കടന്നു വരണം. അത് മാത്രവുമല്ല, അല്ലാഹുവിന്റെ ഖുർആനല്ലാത്ത ഒന്നും ഞാനിവിടെ പറയുന്നില്ല. ആദ്യം പറഞ്ഞ ആയത്തും ഖുർആനാണ്, ആദ്യം പറഞ്ഞതും ഖുർആനാണ്. വഅസ്ലിഹി ലീ
ഫീ ദുർരിയതി. എന്റെ പൊന്നോമന മകനെ, എന്റെ പൊന്നോമന മകളെ നല്ലവരാക്കി എനിക്ക് തരണയല്ലോ. മറ്റൊരുത്തന്റെ കൈപിടിച്ചുകൊണ്ട് കടന്നു പോണ മകളാക്കല്ലയല്ലോ. 16 കൊല്ലവും 17 കൊല്ലവും 18 കൊല്ലവും എന്റെ പൊന്നുമോളെ ഞാൻ പഠിപ്പിച്ച് വലുതാക്കിയിട്ട് നൈമശീകമായ സുഖത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവന്റെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥ എന്റെ പൊന്നുമോക്ക് വെക്കല്ലയല്ലോ. വാസ്ലിഹിലി ഫീ ദുർരിയതി. എന്റെ മക്കളെ നന്നാക്കി താട്ട് റബ്ബേ. വാപ്പമാരെ ഉമ്മമാരെ ഇന്ന് മുതൽ പതിവാക്കിക്കോ. അത് കഴിഞ്ഞിട്ട് മക്കള് നല്ലവരാകണോ, ഈമാനുള്ളവരാകണോ, നിസ്കരിക്കുന്നവരാകണോ. അതിനും ഖുർആൻ പറയുന്നത് റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി റബ്ബനാ തഖബ്ബൽ ദുആ. 1 മണിക്കൂറോ 1.5 മണിക്കൂറോ നിങ്ങൾ ഇവിടെ കടന്നു വന്നിരുന്നിട്ട് ഇവിടെ എഴുന്നേറ്റ് പോകുമ്പോ നമ്മുടെ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന വല്ലതും വേണ്ടേ? പഠിക്കണം ബാപ്പാ. മൊബൈൽ ഉണ്ടെങ്കിൽ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചോ. എന്തിനാണ്? മക്കൾക്ക് വേണ്ടി നമ്മൾ ഓതാനുള്ളതാണ്. മക്കൾക്ക് 10 വയസ്സുള്ളവരും 11 വയസ്സുള്ളവരും 12 വയസ്സുള്ളവരൊക്കെ ഓതണം. റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി റബ്ബനാ തഖബ്ബൽ ദുആ. അല്ലാഹുവേ പടച്ചോനെ എന്റെ മക്കളെ നല്ലവരാക്കി തരണേ അല്ലാ. നിസ്കാരമുള്ളവരാക്കി തരണേ റബ്ബേ. ഇതിനൊക്കെ വലുതോ ഇനി പേദവാപ്പുള്ളത്. എന്റെ മക്കളെ നല്ലവരാക്കി തരണേ അല്ലാ. നിസ്കരിക്കുന്നവരാക്കി, വാപ്പ അനുസരിക്കുന്നവരാക്കി, നോമ്പ് നോക്കുന്നവരാക്കി, സ്വതക്ക ചെയ്യുന്നവരാക്കി തരണേ അല്ലാ. റബ്ബേ വല്ലാത്തൊരു ദുആ ഇത്. നിങ്ങളൊന്ന് ചെയ്തു നോക്ക്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പള്ളിയിൽ പോകുന്നതിനേക്കാളും നമ്മുടെ മക്കള് പള്ളിയിൽ പോകും. ഇതൊക്കെ നമ്മളോട് പഠിപ്പിച്ചത് ലോകത്തിന്റെ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി. മനസ്സിൽ തട്ടി പറയും വാപ്പാരെ. ഞാൻ പറഞ്ഞില്ല 11:30 നിർത്തി 1/2 മണിക്കൂറുള്ളൂ. ഉറക്കെ പറയും നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? കൽബകമിൽ ആമുല്ല നറുമണമായി വീശുന്ന കൽബകമിൽ തേനാണ് എൻ്റെ റസൂല്. കനവിൽ കാണാനോ ഞാനിന്ന് കാക്കുകയാണ്. കാണാനായി ഞാനിന്നും കൽബകമിൽ ഓർത്തെന്നും മനസകമിൽ നൂറിൻ്റെ മധുഹൊലിയായി എന്നും കാണാനും കേൾക്കാനും കൊതിയുമതായി. കൽബകമിൽ വീശുന്ന കനിവുറയും നേതാവ് പുഞ്ചിരിയാൽ തേടുന്ന ത്വാഹ റസൂല് എൻ്റെ കൽബകമിൽ വാഴുന്ന സ്നേഹനിലാവ്. ഉറക്കെന്ന് പറയും മദീന എത്തണം. നബിയുനാ റസൂലുള്ളാഹി. ഒന്നും കൂടെ എനിക്കൊരു സന്തോഷത്തിന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പമാരെ നമ്മളൊക്കെ ഈ ദുആ, ഇതിപ്പോ വാപ്പാന്ന് വിളിച്ചോണ്ട് വാപ്പാക്ക് വേണ്ടി മാത്രമല്ല ദുആ, ഉമ്മമാർക്കും ബാധകാണ്. അതുകൊണ്ട് നല്ല മനസ്സോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ടൊന്ന് കടന്നു വരണം. നല്ലവരായി നമ്മൾ മുന്നോട്ട് കടന്നു വരണം. അതും മാത്രമല്ല, വീണ്ടും അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഓരോ ബാപ്പയും ഓരോ ഉമ്മയും ദുആ ചെയ്യണം. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. ഇത് ഏറ്റവും കൂടുതൽ ചെല്ലാനുള്ളത് ആരെന്നറിയോ? വിവാഹം കഴിഞ്ഞിട്ട് ഭാര്യ ഗർഭിണിയായിട്ടിരിക്കുന്ന ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെല്ലാനുള്ളത് ഇത്. ആണും ചെല്ലണം, പെണ്ണും ചെല്ലണം. ഗർഭാശയത്തിന്റെ ഉള്ളിൽ അതാ മക്കൾ അവിടെ നിന്ന് വളർന്നു വരുന്നുവെന്നറിയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. അല്ലാഹുവേ, എനിക്കൊരു നല്ല കുട്ടിയെ തരണേ റബ്ബേ. പടച്ചോനെ, നല്ല ഒരു പൊന്നുമോനെ തരണയല്ല, നല്ല ഒരു പൊന്നുമോളെ തരണയല്ല. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. ഒരു വരി പോലും ഇല്ല.
ഗർഭിണികളായ സഹോദരിമാര് അവരുടെ ഭർത്താക്കന്മാര് ചൊല്ലണം, അല്ലാഹുവേ റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, നല്ല മക്കളെ തരണേ അല്ലാഹ്. അള്ളാനോട് പറഞ്ഞാൽ മാത്രം മതി, അല്ലാഹ് തരും. അള്ളാനോട് പറയാ, എന്നാൽ അള്ളാഹു നമുക്ക് നല്ലത് തരും. ഇത് ഹബീബിന്റെ വാക്കാണ്, അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ വാക്കാണ്. എല്ലാം കഴിഞ്ഞിട്ട് എങ്ങനെ മക്കളെ നല്ലതുപോലെ ദുആ ചെയ്ത് അള്ളാഹു നമുക്ക് മക്കളെ തന്ന ആ മക്കള് നല്ലവരാകണോ? മഹാനായ ബഹുമാനപ്പെട്ട ഉബൈദ് റളിയല്ലാഹു തആല അൻഹു അവിടെ ഇരിക്കുന്ന സ്വഹാബത്തിനോട് പറയാ, മക്കൾക്ക് നല്ലതിനെ ഭക്ഷിപ്പിക്കുമോ? ഹലാലൻ ത്വയ്യിബാ, മക്കൾ നല്ല നിലയിൽ കടന്നു വരണോ? മക്കൾ ഈമാനുള്ളവരാകണോ? മാതാവിനെ പിതാവിനെ അനുസരിക്കുന്ന മക്കളാകണോ? ഹറാമിയത്തിന്റെ മുതൽ മക്കളുടെ ഉദരത്തിലേക്കൊന്ന് കടന്നു പോകരുത്. കാരണം എന്തെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹ് പറയാ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വസിച്ചതായ കൂട്ടരെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഞാൻ എന്റേതായിട്ടൊന്നും പറയണില്ല. ഇവിടെ ഇരിക്കണ ഉസ്താദുമാരെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, എത്രയോ കൊല്ലം പരിചയമുള്ള ബഹുമാനപ്പെട്ട അൻവർ ഉസ്താദ്, അവരെ കണക്കുള്ള ആലിമീങ്ങൾ അൽഹംദുലില്ലാഹ് നമ്മുടെ മജ്ലിസിലുണ്ട്. ഞാൻ വെറുതെ പറയല്ല. ഖൂ അൻഫുസകും, നമ്മുടെ സ്വശരീരം, നമ്മുടെ സ്വന്തം ശരീരം, അഹ്ലീക്കും. അഹ്ലീക്കും എന്ന് പറഞ്ഞാല് നമ്മൾ ആർക്കൊക്കെയാണോ ചിലവിന് കൊടുക്കുക, അതിൽ നമ്മുടെ ഭാര്യയുണ്ട്, നമ്മുടെ ഉമ്മയുണ്ട്, നമ്മുടെ വയസ്സായ ഉമ്മയുണ്ട്, ബാപ്പയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മക്കളുണ്ട്. സൂക്ഷിക്കണം. അഹ്ലീക്കും നാറ, അള്ളാഹുവിന്റെ നരകത്തെ തൊട്ട്, അള്ളാന്റെ നരകത്തെ തൊട്ട് കാക്കണം. അതിൽ കത്തിക്കപ്പെടുന്ന അള്ളാഹുവെ അവിടുന്ന് കല്ലുകളാണ് അവിടുന്ന് കത്തിക്കപ്പെടുന്നത്. അതിലുള്ള മലക്കിന്റെ സ്വഭാവം, ആ മലക്കുകൾ എന്തു പറഞ്ഞാൽ അങ്ങനെ തന്നെ. നമ്മൾ ഇനി എത്ര കരഞ്ഞിട്ടും കാര്യമില്ല, എത്ര കണ്ണുനീരോട് കൂടിയിട്ട് നിലവിളിച്ചിട്ടൊരു കാര്യമില്ല. എന്ത് വേണം? ഇവിടെ വെച്ച് നമ്മൾ സൂക്ഷിക്കണം. ഒരു ഹറാമിയത്തിന്റെ ഒരൽപ്പം അല്ലേ നമ്മുടെ മക്കളുടെ ഉദരത്തിലേക്ക് കൊടുക്കാൻ പാടില്ല. അത് നമ്മൾ തന്നെ സൂക്ഷിച്ചാൽ മതി. ആരെയും പറ്റിച്ചിട്ടുള്ള പൈസ നമുക്ക് വേണ്ട, ആരെയും സങ്കടപ്പെടുത്തിയിട്ടുള്ള സമ്പത്ത് കൊണ്ട് മക്കളെ അവിടെ നിന്ന് വളർത്തണ്ട. ഉള്ളതുപോലെ വളർത്തിയാ മതിയല്ലോ. ആ മക്കളെ നമുക്ക് നാളെ ഉപകാരപ്പെടുകയുള്ളൂ. നിങ്ങൾക്കറിയുമോ, സയ്യിദുനാ അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിനെ അറിയാത്തവരില്ലല്ലോ. പഴയ കാലങ്ങളില് ഉസ്താദുമാര് വഅദ് പറയും, അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ കഥ പറയുമായിരുന്നു. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഞാനെന്ന് പറയുകയാണ്, എന്റെ ഉപ്പാ എല്ലാ ദിവസവും ഹബീബായ തങ്ങളോടൊപ്പം സുബഹി നിസ്കാരത്തിന് കടന്നു വരുന്ന അബൂ ദുജാന ദിക്റ് ചൊല്ലായിരിക്കൂല, തസ്ബീഹ് ചൊല്ലായിരിക്കൂല, ദുആ ചെയ്യായിരിക്കൂല. അബൂ ദുജാന റളിയല്ലാഹു അൻഹു ഇറങ്ങി ഓടുകയാണ്. പടച്ചവനെ, അങ്ങനെ ഇത് പല പ്രാവശ്യം നബി തങ്ങൾ കണ്ടിട്ട് അബൂ ദുജാന റളിയല്ലാഹു അൻഹു ഇനി അങ്ങനെ ഇറങ്ങി ഓടിയാ അബൂ ദുജാനയെ പിടിച്ചു കെട്ടണമെന്ന് സ്വഹാബിമാർ ഏർപ്പാട് ചെയ്തു. പതിവ് പോലെ അബൂ ദുജാന റളിയല്ലാഹു അൻഹു ഇറങ്ങി ഓടുകയാണ്. സ്വഹാബത്ത് പോട്ടിട്ട് കൊണ്ട് പിടിച്ചിട്ട് ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് അങ്ങ് കൊണ്ടുവരികയാണ്. റസൂലുള്ളാഹ് ചോദിക്കുകയാ, അല്ല അബൂ ദുജാന, എല്ലാവരും ഇവിടെ ഇരുന്ന് ദിക്റ് ചൊല്ലുമ്പോ
ഇവിടെ ഇരുന്ന് ദുആരക്കുമ്പോ നിങ്ങൾ മാത്രം ഇറങ്ങി ഓടുന്നത് എന്തിനാണ്? അബൂ ദുജാന. ഉടൻ തന്നെ അബൂ ദുജാന റളിയല്ലാഹു അൻഹു കരയുകയാണ്. യാ റസൂലല്ലാഹ്, എനിക്ക് 2 മക്കളുണ്ട് നബിയേ, അവര് പട്ടിണിയാണ് നബിയേ, ദിവസങ്ങളോളം എനിക്ക് ജോലിയില്ല നബിയേ, അവര് വിശന്നുകൊണ്ട് ഉറങ്ങുന്നവരാ നബിയേ, വല്ലാതെ കണ്ണുനീരില് എന്റെ പൊന്നുമക്കൾ ഉറങ്ങുന്നവരാണല്ലോ. അങ്ങനത്തെ ഒരവസ്ഥ വന്നിട്ടാണ് എന്റെ മക്കൾ ഉറങ്ങുന്നത്. പതിവ് പോലെ ഇവിടന്ന് നിസ്കരിച്ചു നോമ്പ് നോറ്റിട്ട് ദുആ ചെയ്തിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് ചൊല്ലുമ്പോ ഞാൻ ഒരു കാഴ്ച കണ്ടുപോയത് എന്റെ കണ്ണു നിറഞ്ഞു നബിയേ. അയൽവക്കത്തുള്ള യഹൂദിയായ മനുഷ്യന്റെ ഈത്തപ്പന മരത്തോട്ടത്തില് ഒരെണ്ണം എന്റെ വീട്ടിലേക്ക് ചാഞ്ഞു കിടക്കുന്നു നബിയേ. അങ്ങനെ ചാഞ്ഞു കിടക്കുന്നത് കാണുമ്പോ അതിൽ നിന്ന് വീഴുന്ന ഈത്തപ്പഴം തലേ ദിവസം വിശന്നുകൊണ്ട് ഉറങ്ങിപ്പോ എന്റെ കുരുന്നു മക്കള് ഇഴഞ്ഞിഴഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങി നബിയേ. അതെന്റെ പൊന്നുമക്കൾ അങ്ങെടുത്ത് കടിച്ചു നബിയേ. അത് അന്യന്റെ മുതലല്ലേ നബിയേ, അത് ഹറാമിയത്തിന്റെ മുതലല്ലേ നബിയേ. അതെങ്കാണം എന്റെ മക്കളുടെ ഉള്ളിൽ പോയാല്, എന്റെ മക്കളുടെ ഉദരത്തിലേക്ക് അങ്ങ് കടന്നു പോയാ നാളെ പടച്ചവന്റെ മുമ്പില് കയ്യും കെട്ടി നിന്നുകൊണ്ട് സമാധാനം പറയേണ്ടി വരുമല്ലോ അല്ലാ. അതുകൊണ്ട് ഞാൻ എന്റെ പൊന്നുമക്കളെ കണ്ടപ്പോ അവരെ ഞാൻ എന്റെ അരികത്തിരുത്തി നബിയേ. എന്റെ പൊന്നുമക്കളുടെ വായിലേക്ക് ഞാൻ എന്റെ വിരലിട്ടു നബിയേ. ആ കഴിച്ചുപോയ ഈത്തപ്പഴം ഛർദിപ്പിച്ചു നബിയേ. നാളെ പടച്ചവന്റെ മുമ്പില് കയ്യും കെട്ടി നിന്നുകൊണ്ട് സമാധാനം പറയേണ്ടി വരുമല്ലോ. അത് ഹറാമിയത്തിന്റെ മുതലല്ലേ നബിയേ. അതുകൊണ്ടാണ് റസൂലേ ഇവിടെ ഇരിക്കാതെ ഞാൻ അങ്ങ് ഓടിപ്പോകുന്നതെന്ന് മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറഞ്ഞു പോകുമ്പോ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കൊരു പാഠമാണ്, കേട്ടുകൊണ്ടിരിക്കുന്ന എനിക്കൊരു പാഠമാ. നമ്മുടെ മക്കളുടെ ഉദരത്തിലേക്ക് ഹറാമിയത്തിന്റെ മുതൽ നമ്മൾ കൊടുത്തുപോയാ എത്രയെല്ലാം നമ്മൾ ദുആ ചെയ്താലും കാര്യമില്ല, എത്രയൊക്കെ അടിച്ചിട്ടും കാര്യമില്ല, എത്ര വഴക്കു പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അല്ലാഹുവേ അവന്റെ ഞരമ്പിലൂടെ ഓടുന്നത് ഹറാമിയത്തിന്റെ മുതല്. അതിന്റെ ആദ്യം തന്നെ ഉസ്താദ് സൂചിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഹറാമിയത്തിന്റെ മുതുകിലൂടെ ഒഴുകി വന്ന് ആ ബ്ലഡാണ് അവന്റെ ശരീരത്തെ കറങ്ങി നടക്കുന്നത്. അവന് നന്മ ചെയ്യാനും മനസ്സ് വരൂല, ബാപ്പയെ നോക്കാനും മനസ്സ് വരൂല, ഉമ്മയെ നോക്കാനും മനസ്സ് വരൂല. അതുകൊണ്ട് നിറഞ്ഞ മനസ്സോട് ഈ മജ്ലിസിൽ ഇരിക്കുന്ന നിങ്ങളോട് പറയാട്, ഇന്ന് വരെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തോ. അറിയാതെ ചെയ്തു പോയതാ റബ്ബേ, എന്റെ മക്കളുടെ ഉദരത്തിൽ കൊടുത്തിട്ടുണ്ട് റബ്ബേ, പലിശയുടെ മുതൽ കൊടുത്തിട്ടുണ്ട് റബ്ബേ. അല്ലാഹുവേ നീ എനിക്ക് മാപ്പ് തരണയല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ റജബിന്റെ രാത്രിയില് നിറഞ്ഞ മനസ്സോടെ ദുആ ചെയ്യാ. ഇവിടെ ഇരിക്കുന്ന എന്റെ ഉപ്പമാർക്ക് കഴിഞ്ഞു പോയാ നമ്മൾ വിജയിച്ചു വാപ്പാ. നമ്മൾ വിചാരിക്കും ഉസ്താദേ കുറച്ചു ദിവസമല്ലേ ഉള്ളൂ, കുറച്ചു വർഷല്ലേ ഉള്ളൂ, അതിങ്ങനെ തട്ടിയും മുട്ടിയും പോകട്ടെ. പക്ഷേ കാലാകാലം ജീവിച്ചിരിക്കാനുള്ളൊരു സ്ഥലമുണ്ട്. വൽ ആഖിറതു ഖൈറു വഅബ്ഖാ. കാലാകാലം ജീവിച്ചിരിക്കാനുള്ളൊരു സ്ഥലമുണ്ട്, അവിടത്തേക്കാണ് നമുക്ക് ഒരുപാട് കടക്കാനുള്ളത്. അതുകൊണ്ട് റബ്ബിലേക്ക് തൗബ ചെയ്തോ. നമ്മുടെ മക്കൾ നല്ലവരാകണമെന്നുണ്ടെങ്കിൽ ആ മക്കളുടെ ഉദരത്തില് അല്ലെ നമ്മൾ അള്ളാന്റെ ഖുർആൻ പറഞ്ഞല്ലോ, സീനത്തുൽ ഹയാത്തുദ് ദുനിയ. മക്കള് സൗന്ദര്യാണ്, ശരിയാണ്, മക്കള് സൗന്ദര്യാണ്, വല്ലാത്ത സന്തോഷാണ്. മക്കളില്ലാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. മക്കളില്ലാത്ത ആളുകളും നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ട്. മക്കളില്ലാത്ത ഒരുപാട് ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ക്ഷമ കൊടുക്കട്ടെ. ആമീൻ പറയും. ഞാൻ അവസാനിപ്പിക്കുക. അല്ലാഹു അവർക്ക് ക്ഷമ കൊടുക്കട്ടെ. അവർക്ക് അല്ലാഹു സ്വാലിഹീങ്ങളായ കണ്ണിന് കുളിർമയുള്ള മക്കൾ അല്ലാഹു തആല കൊടുക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ചില ആളുകൾക്ക് അല്ലാഹു മക്കളെ കൊടുത്തിട്ട് പെട്ടെന്ന് മരണപ്പെട്ടു പോയവരുണ്ട്, ഇല്ലേ? അവർ സങ്കടപ്പെടാൻ വേണ്ടി പറയല്ല. അല്ലാഹുവിന്റെ ഹബീബായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 3 ആൺമക്കളും പെട്ടെന്ന് വിട പറഞ്ഞു പോയി.
ഇബ്രാഹിം എന്ന് പറയുന്ന പൊന്നുമോൻ മാത്രമാണ് 2 വയസ്സ് കഴിഞ്ഞത്. ബാക്കി 2 മക്കളും മുലകുടി കഴിയുന്നതിന്റെ മുമ്പ് തന്നെ ലോകത്തോട് വിട പറഞ്ഞു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിട പറയുന്നതിന്റെ മുമ്പ് തന്നെ ബാക്കിയുള്ള പെൺമക്കൾ പോയി. നബി തങ്ങൾ വിട പറയുമ്പോ ഉണ്ടായിരുന്ന ഒരേ ഒരു മോളേ ഉള്ളൂ, ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ബാക്കി എല്ലാ മക്കളും വിട പറഞ്ഞു പോയി. ഞാൻ ഇത് ഓർമ്മപ്പെടുത്തി എന്തിനെന്നറിയോ? ഉസ്താദെ, അള്ളാഹു എനിക്ക് മക്കളെ തന്നു, പക്ഷേ ആ മക്കൾ പെട്ടെന്ന് വിട പറഞ്ഞു പോയി എന്ന് പറയുന്ന ഒരുപാട് ഉപ്പമാര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കൊരു സമാധാനത്തിന് പറയാൻ, മക്കളില്ലെങ്കിൽ വല്ലാത്തൊരു സങ്കടമാണ്. മക്കൾ പെട്ടെന്ന് വിട പറഞ്ഞു പോയാൽ അത് സഹിക്കാൻ പറ്റില്ല. ഈ തൊട്ടടുത്ത് പോലും 3, 4, 5 മക്കൾ ഒരുമിച്ച് ഒരു വീടിന്റെ ഉള്ളിൽ കളിച്ച് ചിരിച്ച് സന്തോഷമായി നടന്നിരുന്ന പൊന്നോമന മക്കൾ. പടച്ചവനെ, ആ ഉമ്മയും ബാപ്പയും എത്ര കരയുന്നുണ്ടാകും. ഒരു കുട്ടിയെ പറ്റി ആലോചിച്ച് കരഞ്ഞാൽ മതിയോ? അല്ല, ഓരോ കുട്ടികളെയും പറ്റി അവർ ആലോചിക്കാൻ. 5 മക്കളെ പറ്റി ആലോചിച്ചുകൊണ്ട് സങ്കടത്തോടു കൂടി കരയുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അല്ലേ? കരഞ്ഞിട്ടുണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം എന്ന് പറയുന്ന പൊന്നുമകനെ കൊണ്ടുവന്നിട്ട് ഖബറിന്റെ ഉള്ളിലേക്ക് വെക്കുമ്പോ മദീനയുടെ മുത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകിയില്ലേ? കണ്ണുനീരു ധാരധാരയായിട്ട് വീണില്ലേ? സ്വഹാബത്ത് പോലും ചോദിച്ചു പോയി, യാ റസൂലല്ലാഹ്, ഇതെന്ത് കരച്ചിലാ നബിയേ? കവിൽ തടങ്ങളിലൂടെ കണ്ണുനീരിറ്റി വീണുപോയി. റസൂലുള്ളാഹി തങ്ങൾ കരയുന്നത് കണ്ട് സ്വഹാബത്ത് കരഞ്ഞില്ലേ? സ്വഹാബാ, എനിക്ക് അല്ലാഹു തന്നുപോയ പൊന്നുമോര് ഇബ്രാഹിമും ലോകത്തോട് വിട പറഞ്ഞില്ലേ? സ്വഹാബാ, റസൂലുള്ളാഹി തങ്ങൾ തന്നെയല്ലേ ഖബറിന്റെ ഉള്ളറയിലേക്ക് ഇബ്രാഹിം എന്ന് പറയുന്ന പൊന്നുമകനെ മേടിച്ചു വെച്ചു പോയത്? എന്റെ സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്. അല്ലാഹുവേ, മക്കളെ അല്ലാഹു കൊടുത്തിട്ടും മക്കൾ ലോകത്തോട് വിട പറഞ്ഞു പോയവരുണ്ടോ? അല്ലാഹു സബർ തരട്ടെ. നബി തങ്ങളുടെ ഇത്രയും മക്കൾ ലോകത്തോട് വിട പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ ക്ഷമിച്ചില്ലേ? അതുകൊണ്ട് ഉമ്മമാരെ, മക്കളെന്ന് പറയുന്നത് ജീവിതത്തിന്റെ ആലങ്കാരമാണ്, അത് സൗന്ദര്യമാ. അവരെ നല്ലതുപോലെ കൊണ്ടുവന്നാൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. അല്ലാഹു നമുക്ക് സന്തോഷം തരട്ടെ, അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ. അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയില്ല, ഇനിയിപ്പോ എന്താ ചെയ്യാ? കഴിഞ്ഞു പോയവർക്കാണ് ഈ ദുആയൊക്കെ പഠിപ്പിച്ച് ഞാൻ ഉൾപ്പെടെ ചെല്ലാനുള്ളതാണ്. നമ്മുടെ മക്കളൊക്കെ നല്ലവരായി സ്വാലിഹീങ്ങളായി. വാപ്പൊന്ന് കിടന്നാൽ അവിടെ ഓടി വരണം, ഉമ്മ ഒന്ന് കിടന്നാൽ ഓടി വരണം. അല്ലാഹ്, എൻ്റെ ഉമ്മ അല്ലോ, അല്ലേ? എൻ്റെ ഉമ്മ ആണല്ലോ. ഇന്നിങ്ങോട്ട് വന്നപ്പോ എൻ്റെ ഉമ്മ വിളിച്ചു എന്നെ. അപ്പൊ എന്നോട് മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് റസാഖ്, തൗസീഫ്, ഇവരോടൊക്കെ സംസാരിച്ചു. എല്ലാവരോടും ദുആ ചെയ്യാനും പറയാം. അതൊക്കെ അത് ഉമ്മമാരെന്ന് വെച്ചാൽ അങ്ങനെയാണ്. മക്കളെന്ന് വെച്ചാൽ അവർക്ക് ജീവനാണ്, അല്ലേ? ഏറ്റവും കൂടുതൽ അവരെ ബഹുമാനിക്കുന്നവരാകണമല്ലോ. ഈ കാലഘട്ടം മാറിപ്പോവുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട ഉമ്മാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള പവറത്രയം എന്നറിയോ? അവരുടെ ദുആയുടെ പവറത്രയം എന്നറിയോ? എന്തിനേറെ അല്ലാഹു പൊരുത്തപ്പെടണമെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ പോലും നമുക്ക് പൊരുത്തപ്പെട്ടു തരണമെങ്കിൽ, ഫീ റിളൽ വാലിദൈ സുഖ്തല്ലാഹ് അല്ലാഹുവിന്റെ പൊരുത്തം എന്ന് പറയുന്നത് അത് ഉമ്മാന്റെ ബാപ്പാന്റെ പൊരുത്തത്തിലാണ്. അല്ലാഹുവിന്റെ കോപം എന്ന് പറയുന്നത് അത് ഉമ്മയുടെ ബാപ്പയുടെ കോപത്തിലാണ്. ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് ഏറ്റവും നല്ല നന്മകൾ വന്ന അല്ലാഹുവേ, ദുനിയാവിന്റെ പുറത്തുനിന്ന് പ്രവാസത്ത് പോയാ ആദ്യം നമ്മൾ ദുആ ചെയ്യാൻ പറയാറുള്ളത് അത് നമ്മുടെ ഉമ്മയോടാ. എന്തിനേറെ ഒരു കട ഉദ്ഘാടനം ചെയ്യുകയാണ്, അതല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. അങ്ങനെയുള്ള ഏത് വഴികളിലൂടെ കടന്നു വന്നാലും അവിടെ മുൻപന്തിയിൽ കൊണ്ടുവരാനുള്ളത് അത് പ്രിയപ്പെട്ട ഉമ്മയാ. മഹാനായ ഇതേ ഉബൈദ ബിൻ ഉമൈർ തങ്ങൾ തന്നെ പരിശുദ്ധമായ പള്ളിയിൽ ഇരിക്കുമ്പോ ഒരാൾ പറഞ്ഞു, ഞാൻ ഒരു ചെറിയ കച്ചവടം തുടങ്ങുകയാണ്, നിങ്ങളൊന്ന് ദുആ ചെയ്യോ. റസൂലുള്ളാഹിന്റെ കൂടെ നടക്കുന്ന സ്വഹാബ
സ്വഹാബിയല്ലേ. പക്ഷേ ഉബൈദ് ബിൻ ഉമൈർ എന്നവർ പറഞ്ഞു, നിന്റെ വീടിന്റെ കത്തട്ടിൽ ഉമ്മയുണ്ടോ? നിന്റെ ഉമ്മയെ കൊണ്ടുവാ, ആ ഉമ്മയോട് ദുആ ചെയ്യാൻ പറ. നിന്റെ ഉമ്മയുടെ ദുആ പോലത്തെ ഒരു ദുആ ഇല്ല. അതിന് നമ്മുടെ കച്ചവടമായാലും ഒരു പുതിയ ഒരു വീട് വെച്ചാലും എന്തുകൊണ്ടാണ് ഉമ്മയെ ആദ്യം കയറ്റുന്നത് എന്നറിയോ? ഒരു ഉമ്മയും മക്കൾ നശിക്കാൻ നോക്കൂല. ആ ഉമ്മയുടെ ഖൽബ് കൊണ്ട് പറയും, പടച്ചവനെ, എന്റെ മകന്റെ പുതിയ വീടാ, ഇതിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. കച്ചവടത്തിലാണെങ്കിലും ഉമ്മ പറയും, അല്ലാഹുവേ, എന്റെ പൊന്നുമകന്റെ കച്ചവടത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, സയ്യിദന്മാരെ വിളിക്കണ്ടെന്നല്ല, ആലിമീങ്ങളെ വിളിക്കണ്ട എന്നല്ല, അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണ്ട എന്നല്ല. പക്ഷേ ഉമ്മാക്കൊരു സ്ഥാനമുണ്ട്. അല്ല പോലും പറഞ്ഞതു, നബിയേ, ഇനി മുതൽ നിങ്ങൾ നടക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകനെ സൂക്ഷിക്കാൻ അള്ളാഹുവിനറിയില്ലേ? എന്നിട്ട് പോലും അല്ല പറയുന്നത്, നബിയേ, ഇനി നടക്കുമ്പോ സൂക്ഷിക്കണേ. അവിടത്തെയുടെ ഉമ്മ അവിടത്തേക്ക് ദുആ ചെയ്യാനില്ല എന്നവിടെന്ന് പറഞ്ഞു പോയെങ്കിൽ ജീവിതത്തിന്റെ ഏത് മേഖലയിലും മുൻപന്തിയിൽ കൊണ്ടുവരാനുള്ളവരുടമയാരെന്നറിയോ? അത് നമ്മുടെ ഉമ്മയാ. അവരെ പിന്നിലാക്കി ഒന്നും നമുക്ക് നേടാനില്ല. അവരെ മാറ്റി നിർത്തിയിട്ട് ഒന്നും നമുക്ക് ലഭിക്കൂല. അള്ളാന്റെ മലക്കിന്റെ ശാപമല്ലാതെ എന്താ കിട്ടുക? അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അതുകൊണ്ട് ജീവിതം മെച്ചപ്പെടുത്തുക, അള്ളാഹുവിലേക്കൊന്ന് നല്ല മനസ്സോടുകൂടിയിട്ട് കടന്നു വരിക. ജീവിതത്തിൽ നല്ലവരായി, സന്തോഷമുള്ളവരായി, അള്ളാഹുവേ, റബ്ബിന്റെ പൊരുത്തത്തോടുകൂടി കഴിയുന്നവരായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റണോ? അത് ഒരു നല്ല ഉമ്മയുടെ മകനിക്കേ പറ്റുള്ളൂ, നല്ല ഒരു ബാപ്പയുടെ മകനിക്കേ പറ്റുള്ളൂ. അതിനെന്ത് വേണമെന്നറിയോ? അയ്യുഹ്സിനു സുബാ ഇദാ ഉലിദാ വ അയ്യ. അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കുകൾ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. നല്ലൊരു ഉമ്മയില് നല്ല മക്കൾ വരുമെന്ന് പറഞ്ഞു, നല്ല വാപ്പയില് നല്ല മക്കൾ വരുമെന്ന് പറഞ്ഞു. നമ്മൾ അവസാനിപ്പിക്കണം സഹോദരങ്ങളെ. അതായത് അള്ളാന്റെ ഹബീബ് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കാൻ, നല്ല മക്കളെ വേണോ? ആ കുട്ടിക്ക് നല്ല പേരിട്ട് കൊടുക്കണം. ആ കുട്ടിക്ക് നല്ല പേരിട്ട് കൊടുക്കണം. ഇന്നിപ്പോ നമ്മളെല്ലാവരും എങ്ങനെ പേര് വെക്കുക? ഉമ്മമാരൊക്കെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയാൻ, ഇന്ന് ഒരു ഭാര്യയും ഭർത്താവും അവിടെ നിന്ന് കുട്ടികൾക്ക് പേര് വെക്കുന്ന എങ്ങനെ? നേരെ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യും. അതിൽ അവരിഷ്ടപ്പെടുന്ന പേരിങ്ങനെ നോക്കി നോക്കി വന്നിട്ട്, അപ്പോൾ ഒരു പേരിൻ്റെ സ്ഥാനത്ത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സമ്മാനം ഇത് കണ്ടാൽ മതി. ആ പേരപ്പം ആ കുട്ടിക്ക് ഇട്ട് കൊടുക്കും. ഗൂഗിളിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ യഥാർത്ഥ അർത്ഥമൊന്നുമല്ല പറയാ, യഥാർത്ഥ അർത്ഥമൊന്നുമല്ല. അത് കേട്ടിട്ട് പേരിടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണ്ട, നിൽക്കണ്ട. അതുകൊണ്ട് ആലിമീങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, സയ്യിദന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. പണ്ടത്തെ കാലഘട്ടത്തിന്റെ പേരൊന്നും ഇപ്പൊ പറ്റൂലല്ലോ. ഉമറുൽ മുഖ്താർ പറ്റൂല, അലിയുൽ മുർത്തദ അതൊന്നും പറ്റൂല. ബദരീങ്ങളുടെ എത്ര പേര് അതൊന്നും ഇപ്പൊ നമുക്ക് പറ്റൂല. നമുക്ക് വെറൈറ്റി അല്ലേ? അങ്ങനത്തെ പേര് ഇന്നിപ്പോ നമുക്ക് പറ്റൂ. ഇന്നിപ്പോ വാപ്പാടെ പേരിന്റെ ആദ്യം, ഉമ്മാന്റെ പേരിന്റെ ആദ്യം, ഇല്ലേ? എന്തെല്ലാം പേരുകൾ എടുക്കുക. പേരുകൾ നമ്മൾ തന്നെ ഇന്നിപ്പോ ഉണ്ടാക്കും. നമ്മുടെ ചെറുപ്പം, നിങ്ങളല്ല കേട്ടോ പേര്, നിങ്ങളെ കിട്ടിയ പേരൊക്കെ നല്ല പേരാ, നല്ല അല്ലേ? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരേതാ? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുള്ള, അബ്ദുർ റഹ്മാൻ. ഞാൻ ചോദിക്കട്ടെ, ഈ കൂട്ടത്തില് അബ്ദുള്ള എന്ന പേരുള്ളവരെന്ന് കൈവയ്ക്കുക നോക്കട്ടെ. ഉണ്ടെങ്കിൽ ഒന്നേ ഉള്ളൂ. അബ്ദുറഹ്മാൻ എന്ന പേരുള്ള ആരുണ്ടോ? അൽഹംദുലില്ലാഹ്, 2 പേര്. അള്ളാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ് ഇതൊന്നിപ്പോൾ നമ്മളോട് അതൊക്കെ പഴഞ്ചനല്ലേ അല്ലേ? പണ്ടൊരാള് പേരിട്ട് എന്താണ് പേര്? വാപ്പാന്റെ പേരും ഉമ്മാന്റെ പേരും കൂടെ അവിടെ നിന്ന് ചേർത്ത്. വാപ്പാന്റെ പേര് ബാസിത്ത്, ഉമ്മാന്റെ പേരോ അസൂറ. നല്ല പേര്. അപ്പൊ ഏതായാലും അന്നിപ്പോ അങ്ങോട്ട് തീരുമാനിച്ചു, വാപ്പാന്റെ ബാസിത്ത് എന്നുള്ളതിന്റെ ബാ ആദ്യം എടുത്തു, പിന്നെ ആസൂറ എന്നുള്ളതിന്റെ അലിഫ് കളഞ്ഞിട്ട് പിന്നെ സൂറ എന്നും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പൊ എന്തായി? കുട്ടിയുടെ പേര് ബാസൂർ എന്നായി. ബാസൂർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മൂലക്കുരു. ബാസൂർ എന്ന് പറഞ്ഞാൽ മൂലക്കുരു. അപ്പൊ ഒന്നും കൂടെ ഒന്ന് സന്തോഷമായിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് ബാസൂർ, സ്തുതിക്കപ്പെട്ട മൂലക്കുരു. എന്തെല്ലാം പേരാ പടച്ചോനെ! ആളുകൾക്ക് അതൊന്നും അറിയണ്ട. വാപ്പാന്റെ ആയത്തക്ഷരം, ഉമ്മാന്റെ ആയത്തക്ഷരം, സംഭവം കഴിഞ്ഞു. ഇതാണ് ഇന്നത്തെ അവസ്ഥ, ഇല്ലേ? ഈ പേരിന് അർത്ഥമുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ ഒരാളെ
കടന്നു വന്നു. ചോദിച്ചു, മോനെ നിന്റെ പേരെന്താണ്? ഉടൻ തന്നെ പറഞ്ഞു, അബ്ദുന്നാർ. എന്റെ പേര് അബ്ദുന്നാർ എന്നാണ്. പടച്ച റബ്ബേ, നാർ എന്ന് പറഞ്ഞ തീയാണ്. ചോദിച്ചു, നിന്റെ വീട് പേരെന്താ? ആ സമയത്ത് പറഞ്ഞു, ബൈത്തുന്നാർ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്നാ നിന്റെ അവസ്ഥയും ഇതുപോലൊക്കെയാകും. അവസാനം അദ്ദേഹത്തിന്റെ വീട് കത്തി നശിച്ചിട്ടാ അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു പോയത്. ഒരു പേരുകൊണ്ട് കിട്ടിയതാണ്. ഓക്കെ, എന്താ പേര് മോനെ? അബ്ദുന്നാർ. വീട്ടുപേരെന്താണ്? ബൈത്തുന്നാർ. രണ്ടും തീയാണ്. പേരിന് പേര് വെച്ചിട്ട് അർത്ഥങ്ങളുണ്ട് അല്ലെ? ആ പേര് നല്ല പേരാണോ? ആ പേരിന് ഒരുപാട് സന്തോഷങ്ങൾ അല്ലാഹു തആല കൊടുക്കുമല്ലോ. അതുകൊണ്ട് നല്ലതുപോലെ കടന്നു വരിക. മക്കൾ ജനിച്ച അല്ലാഹു നമുക്ക് മക്കളെ തന്നു പോയാൽ ആ മക്കൾക്ക് നല്ല പേരിട്ടോ ഉമ്മ. ബദരീങ്ങളുടെ പേരിട്ടോ പെങ്ങളെ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പേരിട്ടോ. ഇതൊന്നും ഒരിക്കലും പാഴായി പോകൂല. അല്ലാഹു ഇഷ്ടപ്പെട്ടു പോയവരുടെ പേരല്ലേ ഉമറുൽ മുഖ്താർ. ബദരീങ്ങളുടെ എത്രയോ നല്ല നല്ല പേരുകളുണ്ട്. ഹാരിസ് എന്നുള്ള പേരുകളുണ്ട്. അതുപോലെ ഒരുപാട് നന്മകൾ ഉണർത്തുന്ന ഒരുപാട് പേരുകൾ. ഹംസത്തുൽ കറാർ. ഇവരുടെയൊക്കെ പേര് അല്ലാഹു ഇഷ്ടപ്പെട്ട പേരുകളാണ്. അങ്ങനത്തെ പേരുന്നപ്പോ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഇട്ടുകൊടുക്കോ? പാശ്ചാത്യന്റെ പരിഷ്കാരത്തിന്റെ പർദീസയിലൂടെ പാറിപ്പറന്നുകൊണ്ട് കടന്നു പോകുമ്പോ പടച്ചവനെ പോലും നാണിപ്പിക്കുന്ന കോലത്തില് അഹന്തയോടെയല്ലേ നമ്മൾ കടന്നു പോകുന്നത്. അത് മാത്രവുമല്ല, പിന്നീട് അവിടെ നബി തങ്ങൾ പറയാ, വയുഅല്ലിമഹുൽ കിതാബ് ഇദാ അഖലാ. മക്കൾക്ക് നല്ല പേര് മാത്രം ഇട്ടാ പോരാ, ആ മക്കൾക്ക് അവിടെ നിന്ന് ഖുർആൻ പഠിപ്പിക്കണേ. ഉമ്മമാരെ, നമ്മളാണ് അതിന് മുൻപന്തിയിൽ വരാനുള്ളത്. ബാപ്പമാരുടെ തലയിൽ കൊണ്ടിടലല്ല. വീടിന്റെ തട്ടിലുള്ള ഉമ്മ വിളിച്ചിട്ട് മക്കളോട് ഖുർആനിന്റെ ആയത്തുകൾ പറഞ്ഞു കൊടുക്കുക. ഒരു സൂറത്തെങ്കിലും ഉമ്മ എവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുക. ഞാൻ എന്റെ അനുഭവം പറയാ. നമ്മുടെ പ്രിയപ്പെട്ടവൾ ആരെങ്കിലും അവിടെ നിന്ന് നമ്മുടെ മക്കളെ പഠിപ്പിച്ചു, നമ്മുടെ മക്കളെ പഠിപ്പിച്ചു. നമ്മൾ വീട്ടിലില്ല, ചെന്ന് കയറുമ്പോ ചോദിച്ചു, മോനെ ആര് പഠിപ്പിച്ചു? ഉമ്മ പഠിപ്പിച്ചു എന്ന് പറയുമ്പോ അതുപോലത്തെ ഒരു സന്തോഷം നമുക്ക് ലഭിക്കാനുണ്ടോ? വയുഅല്ലിമഹുൽ കിതാബ് ഇദാ ഖലാ. പുന്നാര മക്കൾക്ക് അവിടെ അറിവ് വെച്ചു തുടങ്ങിയാൽ ആ മക്കളെ അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുക. പിന്നീട് അവിടെ നിന്ന് പറഞ്ഞു, അയ്യുസവ്വിജഹു ഇദാ അദ്റക. ആ പുന്നാര മകനിക്ക് വിവാഹപ്രായമെത്തിയാൽ എന്റെ വാപ്പമാരെ, നല്ല അദബുള്ള പെൺകുട്ടിയെ സെലക്ട് ചെയ്യുക, ദീനുള്ള പെൺകുട്ടിയെ സെലക്ട് ചെയ്യുക. അതൊരു ബാപ്പയുടെ ഉത്തരവാദിത്തമാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയാ, വഅയ്യുസവ്വിജഹു ഇദാ അദ്റക. ആ കുട്ടി അവിടെ നിന്ന് വളർന്നു വന്നു. അവന് വിവാഹപ്രായമായാൽ നല്ല ഇണയെ കണ്ടുപിടിച്ചു കൊണ്ട് കൊടുക്കണം. നിങ്ങൾ പെൺമക്കൾക്ക് അവിടെ നിന്ന് ഇണയെ കണ്ടുപിടിക്കുമ്പോ പടച്ച റബ്ബേ, ഒരുപാട് സമ്പത്തുള്ള പുതുമാരനാ. അവിടെ അവനിക്ക് 2 കടയുണ്ട്. ഖത്തറിൽ 2 കടയുണ്ട്, ഷാർജയിൽ 2 കടയുണ്ട്, കുവൈറ്റിൽ 3 കടയുണ്ട്. നല്ല വാഹനങ്ങൾ അവന്റെ വീട്ടിന്റെ മുറ്റത്തുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മുടെ മക്കളുടെ ജീവിതം കൂടെ നമ്മളൊന്ന് നോക്കുക. നമ്മൾ അന്വേഷിക്കാനുള്ളത്, പണ്ടത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, അവിടെ നിന്ന് പെൺമക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോഴായാലും അല്ലെങ്കിൽ ആൺമക്കൾക്ക് വിവാഹത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നാലും വാപ്പമാര് ചെയ്യുന്നത് എന്തെന്നറിയോ? ആ മക്കളെ മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദിനെ വന്ന് കാണും. എങ്ങനുണ്ട് ആ കുട്ടിയൊന്ന് നോക്കും, എത്ര വരെ പഠിച്ചെന്ന് നോക്കും, നിസ്കാരത്തെ പറ്റി അറിയോന്ന് നോക്കും, നോമ്പിനെ പറ്റി അറിയോന്ന് നോക്കും, എല്ലാ കാര്യങ്ങളും പഠിച്ചൊരു കുട്ടിയാണോ നോക്കും. പണ്ടുള്ള കാലഘട്ടത്തിൽ അങ്ങനെ നോക്കിയിരുന്നു. ഇന്നിപ്പോഴങ്ങനല്ലല്ലോ. ആരെങ്കിലും ഒരാൾ പറയുന്നു അവർക്ക് 2 കടമുറിയുണ്ട്, അതൊക്കെ മതിയല്ലോ അവർക്ക് ജീവിച്ചു പോകാം, ദുനിയാവിന്റെ പുറത്തവർ ജീവിച്ചു പോകും. പക്ഷേ ഇവിടെ പറഞ്ഞിട്ട് 6 അടി മണ്ണാകുന്ന ഖബറുണ്ടല്ലോ, ആ ഖബർ മുതൽ പിന്നീട് അവരങ്ങോട്ട് കാലാകാലം ജീവിച്ചിരിക്കാനുള്ളവരാ. ആ ഒരു ഓർമ്മ നമ്മൾ മറക്കല്ലേ, ആ ഒരു ഓർമ്മ നമ്മൾ മറന്നുകൊണ്ട് കടന്നു കളയല്ലേ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് നല്ലവരാക്കി മക്കളെ പഠിപ്പിച്ച് ദീനീ ബോധമുള്ളവരാക്കുക. അത് മാത്രവുമല്ല, അദ്ദിബൂ ഔലാദക്കും അലാ തലാത്തി ഖിസാൽ. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ 3 കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഒന്നാമത്തെ കാര്യം ഏതെന്നറിയോ?
ഹുബ്ബി നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ ഹബീബിനെ പറ്റിയിട്ട് വർണ്ണിച്ചു കൊടുക്കുക. എന്റെ പെങ്ങന്മാരോട് പറഞ്ഞു പോവുകയാണ്, ജീവിതത്തിന്റെ കത്തട്ടില് വീട്ടിലൂടെ പ്രിയപ്പെട്ട മക്കൾ കടന്നു വരുമ്പോ ഇന്ന് എത്രയോ ചാനലുകളിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ നിന്ന് കടന്നു വരുന്നു, എന്തെല്ലാം പേക്കൂത്തുകൾ കടന്നു വരുന്നു. അതെല്ലാം നമ്മുടെ മൊബൈൽ എടുത്ത് വെച്ചുകൊണ്ട് ഓണാക്കിയിട്ട് നമ്മൾ കാണുമ്പോ അത് കണ്ടുപഠിക്കുന്ന മക്കൾ എങ്ങനെയാണ് നിങ്ങളെ അനുസരിക്കുന്നത്, ആ മക്കൾ എങ്ങനാ നിങ്ങളുടെ വഴികളിലൂടെ കടന്നു വരുന്നത്, ആ മക്കൾ എങ്ങനെയാണ് പടച്ചവനെ പറ്റിയിട്ടറിയുന്നത്, ആ മക്കൾ എങ്ങനെയാണ് ഹബീബിനെ പറ്റിയിട്ടറിയുന്നത്. മക്കളോട് പഠിപ്പിക്കണം. മക്കളെ, ഇതിലൂടെ കാണുന്ന വേഷവിധാനങ്ങള് കേവലം ഇന്ന് എല്ലാം കടന്നു വരുന്നത് ഇന്ന് കാസർഗോഡിന്റെ മണ്ണാണല്ലോ, അതിന്റെ തൊട്ടടുത്തിട്ടുള്ള സ്ഥലങ്ങളാണല്ലോ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് തന്നെയാണ് പറയുന്നത്. എല്ലാ ട്രെൻഡുകളും ആദ്യം കടന്നു വരുന്നത് അത് കാസർഗോഡ് മണ്ണിലാ. പടച്ചവനെ, അത് മുഴുവനും നമ്മൾ ഏറ്റെടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുള്ളത് കൊണ്ടല്ലേ, അത് ഏറ്റെടുത്തത് കൊണ്ടല്ലേ ഏതെല്ലാം സിനിമയുടെ ഏതെല്ലാം സ്റ്റൈലുകൾ കടന്നു വരുന്നു, അത് മുഴുവനും ഹൃദയത്തിന്റെ ഉള്ളില് ഈ കാലഘട്ടത്തിന്റെ ആൺമക്കളും പെൺമക്കളും വലിച്ചു കൊണ്ടുവരുമ്പോ ഇവിടെ ഇരിക്കുന്ന എന്റെ ചെറുപ്പക്കാരെ എനിക്ക് വെറുപ്പില്ല, എന്റെ പെങ്ങന്മാരോട് എനിക്ക് ദേഷ്യമില്ല. പെങ്ങളെ, അത് മുഴുവനും നമ്മുടെ മക്കൾക്ക് മേടിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറായല്ലോ. മോള് പറയുന്നു, അത് വേണം, അതിന്ന പടത്തിൽ വന്നതാ, ഇപ്പോഴത്തെ ട്രെൻഡാ എന്ന് പറയുമ്പോ അത് ഔറത്തു മറഞ്ഞാലും ഔറത്തു മറഞ്ഞില്ലെങ്കിലും അത് മേടിച്ചു കൊടുക്കുന്ന ഉമ്മമാരുടെ കാലഘട്ടമാ. എന്റെ പെങ്ങളെ, റബ്ബിനെ മറക്കല്ലേ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കടന്നു വരണേ. എന്റെ ഉമ്മമാര് പറഞ്ഞു കൊടുക്കണം റസൂലുള്ളാഹിയെ, ഫാത്തിമ ബീവിയെ പറഞ്ഞു കൊടുക്കണം, ഹസൻ ഹുസൈനെ പറഞ്ഞു കൊടുക്കണം, അലിയാര് തങ്ങളുടെ ജീവിതം പറഞ്ഞു കൊടുക്കണം. ഈ കാലഘട്ടത്തിന്റെ മക്കള് ആർപ്പാടത്തിന്റെ പടുകുഴിയില് ബാപ്പയുടെ കയ്യിൽ കാശുണ്ടോ എന്ന് നോക്കാറില്ല, ഉമ്മാന്റെ കയ്യിലുള്ള സ്വർണമെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ കാലഘട്ടത്തിന്റെ മക്കളുടെ കാര്യങ്ങൾ അവിടെ നിന്ന് നടത്തി കൊടുക്കണം എന്ന് മക്കള് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ അവിടെ നിന്ന് ത്യാഗമൂല്യമായിട്ടുള്ള ജീവിതം അവിടെ നിന്ന് നടത്തിപ്പോയ ഫാത്തിമ ബീവിയുടെ കഥ പറഞ്ഞു കൊടുക്കണേ മക്കൾക്ക്. ദിവസങ്ങളോളം വിശന്നിട്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ പൊട്ടിക്കരഞ്ഞു പോയ ഹസനും ഹുസൈനും എന്ന് പറയുന്ന ആ പൊന്നുമക്കളുടെ കഥ നമ്മുടെ മക്കൾക്കൊന്ന് പറഞ്ഞു കൊടുക്കണേ. അള്ളാന്റെ ഹബീബിന്റെ ജീവിതം പറഞ്ഞു കൊടുക്കണേ. അപ്പോഴാണ് പെങ്ങളെ നമ്മുടെ മക്കൾ നമ്മളെ അനുസരിക്കുള്ളൂ, നമ്മളെ ഇഷ്ടം വെച്ചുകൊണ്ട് കടന്നു വരുള്ളൂ. അതുകൊണ്ട് അവസാനിപ്പിക്കട്ടെ, 10-11 നമ്മുടെ സമയമാവുകയാണ്. പടച്ചവനെ, ഈ പരിശുദ്ധമായ പരിപാവനമായ ഈ മഹനീയമായ മജ്‌ലിസിൽ കടന്നു വന്നവര് നീ സ്വീകരിക്കണേ അല്ലാ. നമ്മൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരാ നമുക്ക് തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ പറയ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്കിന്നിപ്പോ നാളെയും കൂടെയാണ് നമ്മുടെ പരിപാടികൾ. എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ ഈ ഒരു സമയം ചോദിച്ച നാളത്തേക്കായിരുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് പിന്നെ മാറ്റിയല്ല, ഞാനായിട്ട് മാറ്റി, സമയമില്ലാത്തതുകൊണ്ട്. അള്ളാഹു നമുക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ, സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഏതായാലും വാപ്പമാരെ ഒരുപാടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവരും, എൻ്റെ ഈ കൈക്ക് വലിയ പവറൊന്നുമില്ല, എന്നാലും ഇൻഷാ അല്ലാഹ് എല്ലാവരും എഴുന്നേക്കും. ഇൻഷാ അല്ലാഹ് വാപ്പമാർ ബക്കറ്റൊന്നും ഞാൻ കൊടുത്തു.